അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദി അസ്സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അഹ്മദുഹു ഹംദൻ ബിലാ അഹദ്. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين. وإن كنتم جنبا فاطهروا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم ما يريد الله ليجعل عليكم من حرج ولكن يريد ليطهركم وليتم نعمته عليكم لعلكم تشكرون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൻ്റെ രൂപം വിശദീകരിക്കുന്ന പഠന ക്ലാസിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമസ്കാരത്തിൻ്റെ 9 ഷർത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമസ്കാരം നിർവഹിക്കണമെങ്കിൽ സമയമാകണം എന്ന ഷർത്തുമായി ബന്ധപ്പെട്ട് ആ സമയമായി എന്ന അറിയിപ്പിന് പ്രവാചക തിരുമേനിയുടെ കാലഘട്ടം മുതൽ മുസ്ലിം സമൂഹം, മുസ്ലിം ഉമ്മത്ത് അനുവർത്തിച്ചു വരുന്ന ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്.
ബാങ്ക് എങ്ങനെയാണ് ഇസ്ലാമിൽ നിയമമായത്? ബാങ്കിന്റെ തുടക്കം എന്തായിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാങ്ക് നിയമമാക്കിയ ചരിത്രം, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ട സ്വപ്നം, അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശാലമായി ചർച്ച ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ ബാങ്ക് കൊടുക്കുന്നയാൾ, അയാൾക്കുണ്ടാകേണ്ട ഗുണങ്ങൾ എന്താണ്, ബാങ്ക് കൊടുത്താൽ ലഭിക്കുന്ന പ്രതിഫലം എന്താണ്, അങ്ങനെയുള്ള വിവിധ വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ചക്കെടുത്തത്. നമ്മൾ ആ വിഷയം സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത് നമസ്കാരത്തിന് 9 ഷർത്തുകളുണ്ട് എന്നാണ്. അതിലെ ഒന്നാണ് സമയമാവുക എന്നുള്ളത്. നമ്മൾ ആ ഷർത്തുകൾ എണ്ണിപ്പഠിക്കേണ്ട ആളുകളാണ് ഇൻഷാ അല്ലാഹ്. നമ്മൾ നമസ്കാരത്തിൻ്റെ രൂപം പറയുന്ന സമയത്ത് അതിൻ്റെ ഷർത്തുകൾ കൃത്യമായി ഓർഡറിൽ എഴുതി അത് കണ്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അപ്പൊ നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ 9 എണ്ണമാണ്. അതിനെ പണ്ഡിതന്മാർ 2ആയി വിഭജിച്ചിട്ടുണ്ട്. അതിലൊന്ന് നമസ്കാരം സ്വീകാര്യമാകാനുള്ള ഷർത്തുകളാണ്, രണ്ടാമത്തേത് നമസ്കാരം ശരിയാകാനുള്ള ഷർത്തുകളാണ്. നമസ്കാരം സ്വീകാര്യമാകാനുള്ള ഷർത്തുകൾ അത് 3 എണ്ണമാണ്. അതിലൊന്ന് മുസ്ലിം ആവുക, അതേപോലെ തന്നെ ബുദ്ധി ഉണ്ടാവുക, വകതിരിവ് അഥവാ പ്രായപൂർത്തി എത്തുക. ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. നമസ്കാരം ശരിയാകാനുള്ള ഷർത്തിൽപ്പെട്ടത് 6 കാര്യങ്ങളാണ്. അതിലെ ഒന്നാണ് സമയമാവുക എന്നുള്ളത്. ഇന്ന് നമ്മൾ അതിലെ 2ാമത്തെ വിഷയമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ, ശരിയാകണമെങ്കിൽ, നമസ്കരിക്കുന്ന മനുഷ്യൻ വലുതും ചെറുതുമായ എല്ലാ അശുദ്ധികളിൽ നിന്നും ശുദ്ധിയാകണം. അതാണ് 2ാമത്തെ ഷർത്ത്. ചെറിയ അശുദ്ധിയാകട്ടെ വലിയ അശുദ്ധിയാകട്ടെ, ആ 2 അശുദ്ധികളിൽ നിന്നും ശുദ്ധിയാവുക എന്നുള്ളത് നമസ്കാരത്തിന്റെ ഷർത്താണ്. ഒരു മനുഷ്യൻ അവന് യഥാർത്ഥത്തിൽ 2 രീതിയിൽ ശുദ്ധിയുള്ളവനാകണം. നമ്മളെല്ലാവരും 2 രീതിയിൽ ശുദ്ധിയുള്ള ആളുകളായിരിക്കണം. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ത്വഹാറത്തുമായി ബന്ധപ്പെട്ട, ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവർ പറയും 2 തരത്തിലുള്ള ശുദ്ധിയുണ്ട്. അതിലൊന്ന് ത്വഹാറത്തുൽ മഅനവിയ എന്ന് പറയും. അത്വഹാറത്തുൽ മഅനവിയ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആത്മീയമായ ശുദ്ധിയാണ്. ആത്മീയമായ ശുദ്ധി. പണ്ഡിതന്മാർ പറഞ്ഞു അത്വഹാറത്തു മിനശ്ശിർക്കി വൽ മആസി. ആ ത്വഹാറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ത്വഹാറത്തു മഅനവിയ, ആത്മീയമായ ശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഹൃദയം ഷിർക്കിൽ നിന്ന്, പാപങ്ങളിൽ നിന്നെല്ലാം ശുദ്ധമായിരിക്കണം. അത് നമ്മളെല്ലാവരും നേടിയെടുക്കേണ്ട ശുദ്ധിയാണ്, വിശുദ്ധിയാണ്, ആത്മീയമായ ശുദ്ധിയാണ്. ഷിർക്കിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക. അതേപോലെ തന്നെ അസൂയയാകുന്ന, അഹങ്കാരമാകുന്ന എന്തൊക്കെ പാപങ്ങളുണ്ട്, മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കുന്ന പല രോഗങ്ങളുമുണ്ട്. മനുഷ്യന്റെ മനസ്സിനെ അശുദ്ധമാക്കുന്ന പല രോഗങ്ങളുമുണ്ട്. ആ രോഗങ്ങളിൽ നിന്നെല്ലാം മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 1ാമത്തെ ശുദ്ധീകരണം ഏതാണ്? അത് ത്വഹാറത്തു മഅനവിയാണ്, ആത്മീയമായ ശുദ്ധീകരണമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ മുശ്രികൂന നജസുൻ. യാ അയ്യുഹല്ലദീന ആമനൂ. ഞാൻ പല സമയങ്ങളിലും ഒരുപക്ഷെ സൂചിപ്പിക്കാറുള്ള കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്ന ഒരു അഭിസംബോധന ഖുർആനിൽ നമ്മൾ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു അതിന്റെ തൊട്ടു പിറകെ പറയുന്ന കാര്യം ഒന്ന് ഗൗരവമായി മനസ്സിലാക്കാനുള്ളതാണ്. അതേപോലെ തന്നെ ഒന്നുകിൽ നമ്മളിത് പ്രവർത്തിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ വെടിയാനുള്ളതാണ്. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ മുശ്രികൂന നജസുൻ. ഈ ആയത്തിന്റെ ആശയം നമ്മൾ ശരിക്കും പഠിക്കണം, ഇല്ലെങ്കിൽ ചില പ്രശ്നമുണ്ട്. എന്താ ആയത്തിൽ പറയുന്നത്? ഇന്നമൽ മുശ്രികൂന നജസുൻ,
തീർച്ചയായും മുശ്രിക്കുകളായ ആളുകൾ നജസാണെന്നാണ്, അശുദ്ധരാണെന്നാണ്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? മുശ്രിക്കുകൾ നജസാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരെ തൊടാൻ പാടില്ല, അവര് വൃത്തികേടുള്ള ആളുകളാണ് എന്നാണോ? അല്ല, മറിച്ച് ഈ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് അശുദ്ധി എന്താണ്? അത് ത്വഹാറത്തു മഅനവിയയാണ്. അവരുടെ ഹൃദയം അശുദ്ധമാണ്. അഥവാ തൗഹീദുള്ള ഹൃദയമല്ല അവരുടെ ഹൃദയം. തൗഹീദുള്ള ഹൃദയമല്ല, തൗഹീദുള്ള ഹൃദയമാണ് യഥാർത്ഥത്തിൽ ശുദ്ധിയുള്ള ഹൃദയം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞത്? ഇന്നമൽ മുശ്രികൂന നജസുൻ എന്ന് പറഞ്ഞത്. അതല്ലാതെ അവരെ തൊടാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലല്ല. ആത്മീയമായ ശുദ്ധി നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബീ റാഫി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്ര ചെയ്യാണ്. അപ്പൊ യാത്രാ മധ്യേ അന്നഹു ലഖിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ത്വരീഖിൻ മിൻ തുറഖിൽ മദീന വഹുവ ജുൻബുൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജുൻബായിരുന്നു, അഥവാ ജനാബത്തുകാരനായിരുന്നു. ജനാബത്തുള്ള സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. യാത്രയിലാണ്, അപ്പൊ അദ്ദേഹം ജനാബത്തുകാരനാണ്. അപ്പൊ നബി അദ്ദേഹം കണ്ടു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? നബിയെ കണ്ട ഉടനെ അദ്ദേഹം നബിന്റെ സമീപത്തേക്ക് ചെല്ലാതെ അദ്ദേഹം മാറി നടന്നു. എന്നിട്ട് അദ്ദേഹം പോയി കുളിച്ചു, ശുദ്ധി വരുത്തി. അങ്ങനെ ശുദ്ധി വരുത്തി അദ്ദേഹം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഐന കുൻത? അബൂ ഹുറൈറ, നീ എവിടെയായിരുന്നു? നിന്നെ കുറെ സമയം കണ്ടില്ലല്ലോ. പ്രവാചകന്റെ സന്തത സഹചാരിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പൊ നിന്നെ കുറെ സമയം കണ്ടില്ലല്ലോ, നീ എവിടെയായിരുന്നു? അപ്പൊ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ലഖീതനി വ അന ജുൻബുൻ ഫകരിഹ്തു അൻ ഉജാലിസക ഹത്താ അഗ്തസില. നബിയെ, ഞാൻ നിങ്ങളെ കണ്ടിരുന്നു, പക്ഷെ ഞാൻ മാറി നടന്നതാണ്. കാരണം ഞാൻ ജനാബത്തുകാരനാണ്, ഞാൻ അശുദ്ധിയിലായിരുന്നു, ഞാൻ ശുദ്ധിയില്ലാത്ത അവസ്ഥയിലായിരുന്നു, വലിയ അശുദ്ധി ബാധിച്ച അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫകരിഹ്തു അൻ ഉജാലിസക ഹത്താ അഗ്തസില. നബിയെ, ഞാൻ നിങ്ങളുടെ സമീപത്ത് ഇരിക്കുന്നതിനെ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ വെറുത്തു. ഏതുവരെ? ഞാൻ കുളിച്ച് ശുദ്ധിയാകുന്നത് വരെ എന്റെ നബിയുടെ സമീപത്ത് വന്നിരിക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ വെറുത്തു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്. അദ്ദേഹം ആശ്ചര്യത്തോടു കൂടെ പറയാണ്, സുബ്ഹാനല്ലാഹ്, ഇന്നൽ മുഅ്മിന ലാ യൻജുസ്. മുഅ്മിൻ ആരല്ല? അവൻ നജസുള്ളവനല്ല, അവൻ നജസുള്ളവനല്ല, അവൻ മാലിന്യം കലർന്നവനല്ല. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? അദ്ദേഹം അശുദ്ധിയിലാണ്, ജനാബത്തുകാരനാണ്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഓർമ്മപ്പെടുത്തുന്ന ശുദ്ധി ഏതാ? അത് ആത്മീയമായ ശുദ്ധിയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ വിശ്വാസം ശരിയായാൽ നമ്മൾ ആരാണ്? ശുദ്ധിയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഷർത്തായ ശുദ്ധീകരണത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താ? ശുദ്ധീകരണം രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് ആത്മീയമായ ശുദ്ധീകരണമാണ്. അതേതാണ്? അത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. തൗഹീദ് കൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിക്കണം. ഏകനായ പടച്ചതമ്പുരാനെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ. അല്ലാഹുവിൽ യാതൊന്നും നമ്മൾ പങ്കു ചേർക്കാൻ പാടില്ല. നമ്മുടെ വിശ്വാസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെയാകണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സംശയം, അസൂയ, വെറുപ്പ്, പക, അഹങ്കാരം, ദുരഭിമാനം, ലോകമാന്യത തുടങ്ങി എന്തൊക്കെ പാപങ്ങളുണ്ടോ, മനസ്സിനെ മലീമസമാക്കുന്ന എന്തൊക്കെ തിന്മകളുണ്ടോ, അതിൽ നിന്നെല്ലാം മനസ്സിനെ ശുദ്ധീകരിക്കണം. അതാണ് ഒന്നാമത്തെ ശുദ്ധീകരണം. രണ്ടാമത്തെ ശുദ്ധീകരണം എന്താണ്? ത്വഹാറത്തുൽ ഹിസ്സിയ എന്ന് പറയും. ത്വഹാറത്തുൽ ഹിസ്സിയ എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ശുദ്ധീകരണമാണ്. ബാഹ്യമായ ശുദ്ധീകരണം നമ്മുടെ ശരീരത്തിന്റെ പുറം ഭാഗത്തുള്ള ശുദ്ധീകരണം. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ദീനിന്റെ പ്രത്യേകതയാണ് വൃത്തിക്ക് വലിയ പ്രാധാന്യം നൽകിയ, ശുദ്ധീകരണത്തിന് വലിയ പ്രാധാന്യം നൽകിയ മതമാണ് നമ്മുടെ മതം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൃത്തിയിൽ ജീവിക്കണമെന്ന് നമ്മളെ എല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക്, സദസ്സിലേക്ക് ഒരു മനുഷ്യൻ വരുന്നുണ്ട്. അയാളുടെ മുടി വാർന്നിട്ടില്ല, മുടി ചീകിയിട്ടില്ല. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ അഴുക്കുണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ വരുന്നത്. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അതാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഅ റജുലൻ ശഗീതൻ ഖദ് തഫറഖ ശഅറുഹു ഫഖാല അമാ കാന യജിദു ഹാദാ മാ യുസക്കിനു ബിഹി ശഅറുഹു വറഅ റജുലൻ ആഖറ വഅലൈഹി തിയാബുൻ വസിഖത്തുൻ
നബി രണ്ട് മനുഷ്യന്മാരെ കണ്ട ചരിത്രം പറയാണ്. ഒരാൾ മുടി വാരാത്ത ആളാണ്, ഒരാള് വസ്ത്രത്തില് അഴുക്ക് പുരണ്ട മനുഷ്യനാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത് എന്താ? മുടിയൊക്കെ ചീകി ഒന്ന് വൃത്തിയായി നടന്നൂടെ? ശരീരത്തിലെ വസ്ത്രത്തിലെ അഴുക്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി നന്നായി നടന്നുകൂടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചത് അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. വൃത്തിക്ക് ഇസ്ലാം നൽകിയ പ്രാധാന്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്ത്ഹൂറു ശത്റുൽ ഈമാൻ. അത്ത്ഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ പാതിയാണ്, പകുതിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബ, സൂറത്തു തൗബയിലെ 108-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഖറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഖിരീൻ. എന്താണ് അല്ലാഹു പറയുന്നത്? ഫീഹി റിജാലുൻ, ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറയാണ്. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഖറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഖിരീൻ. ശുദ്ധി കൈവരിക്കാൻ ഇഷ്ടപ്പെടുന്ന ചില ആളുകളുണ്ട് ആ പള്ളിയിൽ. ഫീഹി റിജാലുൻ യുഹിബ്ബൂന, ശുദ്ധി കൈവരിക്കാൻ ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാർ ആ പള്ളിയിലുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ശുദ്ധി കൈവരിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇതാരെ കുറിച്ചാണെന്നറിയോ? ഇത് ഖുബാ നിവാസികളുടെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഖുബാ നിവാസികൾ, മസ്ജിദുൻ നബവിയുടെ സമീപത്തുള്ള മറ്റൊരു പള്ളിയാണ് മസ്ജിദ് ഖുബ. എല്ലാവർക്കും അറിയാം, ഖുബാ മസ്ജിദിൽ 2 റക്അത്ത് നമസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ എന്ത് ചെയ്യണം? അവർ ഖുബാ പള്ളി സന്ദർശിക്കണം. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് വല്ലപ്പോഴും ഒക്കെ ഉംറക്ക് പോകുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? ഖുബാ പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കണം. ആ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും. ആ പള്ളിയിലുള്ള ചില ആൾക്കാരെ കുറിച്ചാണ് നബി പറയുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നസലത് ഫീ അഹ്ലി ഖുബാ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഖറു വല്ലാഹു യുഹിബ്ബുൽ മുത്തതഖിരീൻ ഖാല കാനൂ യസ്തൻജൂന ബിൽ മാഇ ഫനസലത് ഫീഹിം ഹാദിഹിൽ ആയ. ആ ഖുബാ നിവാസികളായ ആളുകള് അവർ മലമൂത്ര വിസർജനാനന്തരം വെള്ളം കൊണ്ട് ശൗചം ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ടാണ് അവരെ കുറിച്ച്, അവരുടെ വിഷയത്തിലാണ് ഈ ആയത്ത് അള്ളാഹു അവതരിപ്പിച്ചത്. അപ്പൊ ശുദ്ധി കൈവരിക്കുന്ന ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. നമ്മൾ നന്നായി മുടി ചീകി നടന്നാൽ, നമ്മൾ നന്നായി വസ്ത്രം ധരിച്ചാൽ, അഴുക്കൊന്നില്ലാതെ നമ്മുടെ ജീവിതം ശുദ്ധിയോടുകൂടെ കൊണ്ടു നടന്നാൽ നമ്മളെ ആർക്കിഷ്ടാണ്? അള്ളാഹ്ക്ക് ഇഷ്ടമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നോക്കൂ നിങ്ങൾ, ശുദ്ധീകരണം 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ആത്മീയമായ ശുദ്ധീകരണമാണ്, 2 ശാരീരികമായ ശുദ്ധീകരണമാണ്. അതെന്താ നമുക്ക് മനസ്സിലായി? ഈ ശാരീരികമായ ശുദ്ധീകരണത്തിൽ സാധാരണ പറയും 2 തരത്തിലുള്ള അശുദ്ധിയാണ് മനുഷ്യനെ ബാധിക്കുക. ഒന്ന് വലിയ അശുദ്ധിയാണ്, മറ്റൊന്ന് ചെറിയ അശുദ്ധിയാണ്. എന്താണ് വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ കുളി നിർബന്ധമാകുന്ന അവസ്ഥക്കാണ് വലിയ അശുദ്ധി എന്ന് പറയാം. കുളി നിർബന്ധമാകുന്ന അവസ്ഥ. നമ്മൾ ചില ആൾക്കാർ വിചാരിക്കും, എന്തിനപ്പം ഇതൊക്കെ പറയുന്നത്? ഇതൊക്കെ വളരെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? യഥാർത്ഥത്തിൽ ഇത് വായിക്കുന്നതും പഠിക്കുന്നൊക്കെ സമയങ്ങളിൽ എനിക്കും ഈ അഭിപ്രായമൊക്കെ തോന്നിയിരുന്നു. പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ പണ്ഡിതന്മാര് അവരുടെ ദർസിൽ പല സമയങ്ങളിൽ ഇരിക്കുമ്പോഴും അവര് ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാന പാഠങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയും. ആ നവാഖിദുൽ വുദു, വുദു മുറിയുന്ന കാര്യങ്ങൾ, നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാം മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഇസ്ലാമിന്റെ ബേസ് ആയ കാര്യങ്ങൾ പലപ്പോഴും പണ്ഡിതന്മാർ ഇങ്ങനെ വിശദീകരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എന്തിനപ്പം ഇതൊക്കെ ഇങ്ങനെ പറയണത്? ഇത് നിരന്തരം പറയണമെന്ന് എനിക്ക് ബോധ്യമായ ഒരു സമയമാണ്. ഞാനൊരിക്കൽ ക്ലാസ് എടുത്തു, സൗദി അറേബ്യയിലെ ജുബൈലിൽ ഒരു ക്ലാസ് എടുത്തു. ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് ജനാബത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ജനാബത്തുകാരൻ കുളിക്കണമെന്ന മസ്അല ചർച്ച ചെയ്തു. അപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 40 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, ജനാബത്തുണ്ടായ കുളിക്കണല്ലേ? ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് കേൾക്കണമെന്ന്. അയാൾക്ക് 3 മക്കളുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക ഒരു മനുഷ്യന്റെ അവസ്ഥ. അയാൾക്കത് പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇതൊക്കെ മനസ്സിലാക്കിയ ആളുകളാണ് എന്നാണ് ഞാൻ നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുളി നിർബന്ധമാകുന്ന അവസ്ഥക്കാണ് വലിയ അശുദ്ധി എന്ന് പറയാം. കുളി നിർബന്ധമാകുന്ന അവസ്ഥ എങ്ങനെയാണ്? കുളി നിർബന്ധമാകുക, ഒന്ന് ജനാബത്തുകാരനാകണം. ജനാബത്തുകാരൻ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃ ബന്ധം നടന്നു, ശാരീരികമായ ഭാര്യ ഭർത്തൃ ബന്ധം നടന്നു, അല്ലെങ്കിൽ സ്ഖലനം സംഭവിച്ചു. അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹൈദ് ബാധിച്ചാൽ ഹൈദിൽ നിന്ന് അവർ ശുദ്ധിയാകണമെങ്കിൽ എന്ത് വേണം? അവർ കുളിക്കണം.
നിഫാസ് ബാധിച്ചാൽ ആ നിഫാസിൽ നിന്ന് ശുദ്ധിയാകാൻ അവർ എന്ത് ചെയ്യണം? അവർ കുളിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അതിന്റെ മസ്അലകളിലേക്ക് നമ്മൾ ഇറങ്ങണില്ല, നമ്മളെ വിഷയം അതല്ല. ത്വഹാറത്തുമായി ബന്ധപ്പെട്ട വിശാലമായ ചർച്ചകളിലേക്കല്ല നമ്മൾ പ്രവേശിക്കുന്നത്. ഞാൻ വുദൂവുമായി ബന്ധപ്പെട്ട മസ്അലകളിലേക്കാണ് വരുന്നത്. പക്ഷേ സ്ത്രീകൾ പഠിക്കണം. ഹൈദുമായി ബന്ധപ്പെട്ട, നിഫാസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായി സ്ത്രീകൾ പഠിക്കേണ്ടതുണ്ട്. അതിനുള്ള അവസരങ്ങൾ അവരുണ്ടാക്കണം. അറിയാത്ത ആൾക്കാരുണ്ട് എങ്കിൽ അതവർ പഠിച്ച് മനസ്സിലാക്കേണ്ട ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ ഒട്ടനവധി താളുകളിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് അഹ്കാമുൻ നിസാ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ. അതുകൊണ്ട് തന്നെ അതവർ പഠിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. അപ്പൊ രണ്ട് തരത്തിലുള്ള അശുദ്ധിയുണ്ട്. ഒന്ന് വലിയ അശുദ്ധിയാണ്, അത് കുളി നിർബന്ധമാകുന്ന അവസ്ഥ. എപ്പോഴാ കുളി നിർബന്ധമാകുന്നത്? ജനാബത്തുകാരനായി, അതേപോലെ തന്നെ ഹൈദ് ബാധിച്ചു, നിഫാസ് ബാധിച്ചു, അവർ കുളിക്കൽ നിർബന്ധമാണ്. രണ്ട് ചെറിയ അശുദ്ധിയാണ്. എന്താണ് ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ? വുദു നിർബന്ധമാകുന്ന അവസ്ഥക്ക്, വുദു ഇല്ലാത്ത അവസ്ഥ, അവനാരാ? ചെറിയ അശുദ്ധിയുള്ള ആളാണ്. ഒരാൾ വുദു എടുക്കണം, വുദു മുറിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അവൻ ചെറിയ അശുദ്ധിയിലുള്ള അവസ്ഥയിലാണ്. അപ്പൊ വുദു ഇല്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേരാണ് എന്ത്? ചെറിയ അശുദ്ധി എന്നുള്ളത്. ഈ രണ്ട് രീതിയിലുള്ള ശുദ്ധീകരണം വിശ്വാസികൾ പഠിക്കണം. അപ്പൊ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ എന്ത് ചെയ്യണം? അവൻ കുളിക്കണം. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ അവൻ വുദൂ ചെയ്യണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് വുദൂഇനെ സംബന്ധിച്ചാണ്. വുദൂവുമായി ബന്ധപ്പെട്ട മസ്അലകളാണ്. വുദൂ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു മിനൽ വദാഅതി വഹിയ അൽ ഹുസ്നു വൻ നളാറ. അങ്ങനെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. വദഅ എന്ന പദത്തിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത്? വുദൂ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്താണ്? വൃത്തി, ഭംഗി എന്നൊക്കെയാണ് അതിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള അർത്ഥം. മതപരമായി പണ്ഡിതന്മാർ പറഞ്ഞു ഇസ്തിഅമാലു മാഇൻ തഹൂരിൻ ലിഅഅദാഇൻ മഖ്സൂസത്തിൻ വഹിയ അൽ വജ്ഹു വൽ യദാൻ വർ-റഅസ് വർ-റിജ്ലാൻ. മഹാനായ ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ നൈലുൽ ഔത്താറിൽ നൽകിയ വിശദീകരണമാണിത്. എന്താ അദ്ദേഹം പറഞ്ഞത്? മതപരമായി വുദൂ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനുള്ള ഇബാദത്ത് എന്ന നിലയിൽ മതം കൽപ്പിച്ച, മതം പറഞ്ഞ രീതിയിൽ നമ്മുടെ മുഖം, നമ്മുടെ കൈകൾ, നമ്മുടെ തല, നമ്മുടെ കാലുകൾ എന്നീ 4 അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കലാണ്, വെള്ളം ഉപയോഗിച്ച് ശുദ്ധീകരിക്കലാണ് എന്ത്? വുദൂ എന്ന് പറഞ്ഞാൽ. ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാചകമുണ്ട്, 4 അവയവങ്ങൾ. അത് നിങ്ങളെ മനസ്സിലുണ്ടാകണം. 4 അവയവങ്ങൾ. എന്താ ഹദീസിൽ, എന്താണ് ഈ വാചകത്തിൽ ഇമാം ഷൗക്കാനി പറഞ്ഞത്? വഹിയ അൽ വജ്ഹു വൽ യദാൻ. വജ്ഹ് യദു പറഞ്ഞു, അതേപോലെ തന്നെ റഅസ് പറഞ്ഞു, വർ-റിജ്ലാൻ 2 കാലുകളും പറഞ്ഞു. 4 അവയവങ്ങളെ കുറിച്ചാണ് വുദൂഇൽ ആര് പറയുന്നത്? ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി. അതാണ് മതപരമായി വുദൂ എന്ന് പറഞ്ഞാൽ. ഇൻഷാ അല്ലാഹ് ഞാനത് ഒന്നുകൂടെ നമ്മൾ വിശദീകരിക്കും. ഇനി എന്താണ് ഈ വുദൂഇന്റെ ഹുക്കം? എന്താണ് വുദൂഇന്റെ വിധി? എന്താണ് മതപരമായി വുദൂഇന്റെ വിധി പറയുമ്പോൾ പണ്ഡിതന്മാർ പറയും, നമസ്കാരം, ത്വവാഫ്, വിശുദ്ധ ഖുർആൻ സ്പർശിക്കാൻ, ഈ 3 കർമ്മങ്ങൾക്ക് വുദൂ എന്താണ്? നിർബന്ധമാണ്. ഈ 3 കാര്യങ്ങൾക്ക് വുദൂ നിർബന്ധമാണ്. ചില സംശയങ്ങൾ ഇപ്പൊ തന്നെ മനസ്സിലുണ്ടാകും. ഞാൻ മൂന്നാമത് പറഞ്ഞ വിഷയം അത് ഞാൻ വിശദീകരിക്കും. ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള മസ്അല നമുക്ക് പറയാം. എന്നാൽ ആദ്യം പറഞ്ഞ 2 കാര്യം എന്താ? ഒരാൾ നിസ്കരിക്കണമെങ്കിൽ, അയാളുടെ നമസ്കാരം ശരിയാകണമെങ്കിൽ എന്ത് വേണം? വുദൂ ഉണ്ടാവണം. അല്ലാഹു പറഞ്ഞു ഖുർആനിൽ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹു ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ വഇൻ കുൻതും ജുനുബൻ ഫത്തഹറു എന്ന് പറഞ്ഞത് വിശദീകരിക്കുകയാണ്. ഈ ആയത്ത് എന്താ? ഞാൻ പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനൂ എന്നാണ് അഭിസംബോധന. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ തൊട്ടു പിറകെ വരുന്ന കാര്യം ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതാണ്. എന്താ കൊണ്ടുവരേണ്ടത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാ, നിങ്ങൾ നമസ്കാരത്തിന് നിന്നാൽ എന്ത് ചെയ്യണം? ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങളുടെ മുഖം നിങ്ങൾ കഴുകണം, വഅയ്ദിയക്കും, നിങ്ങളുടെ കൈകൾ കഴുകണം, ഇലൽ മറാഫിഖി, മുട്ടുൾപ്പെടെ മുട്ടുവരെ നിങ്ങൾ കഴുകണം, വംസഹു, നിങ്ങൾ തടവണം, ബിറുഊസിക്കും, നിങ്ങളുടെ തല എന്ത് ചെയ്യണം? തടവണം, വഅർജുലക്കും ഇലൽ കഅബൈൻ, നിങ്ങളുടെ കാലുകൾ എന്ത് ചെയ്യണം? ഞെരിയാണി ഉൾപ്പെടെ നിങ്ങൾ കഴുകണം. ഇതാണ് വുദൂ. ഇതാണ് വിശുദ്ധ ഖുർആനിൽ വുദൂഇന്റെ രൂപമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇത് നിർബന്ധമാണ്. നിസ്കരിക്കണോ? നമസ്കാരം ശരിയാകണോ? നമസ്കാരം ശരിയാകണമെങ്കിൽ വുദൂ ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ തുഖ്ബലു സ്വലാത്തു അഹദികും ഇദാ അഹ്ദത ഹത്താ യതവല്ലഅ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. വുദൂ ചെയ്യുന്നത് വരെ അശുദ്ധിയായവന്റെ നമസ്കാരം
അല്ലാഹു സ്വീകരിക്കുകയില്ല. അപ്പൊ എന്താ ഹുക്കുമെന്താ? വാജിബാണ്. നിസ്കരിക്കണോ വുദു എടുക്കണം. മനസ്സിലായില്ലേ? വെള്ളം ഉപയോഗിച്ച് വുദു എടുക്കണം. അവിടെ ഒരു മസ്അല വരുന്നത് എന്താ? വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തവന്റെ മസ്അല ഉണ്ട്. അത് ഈ ആയത്തിന്റെ ബാക്കി ഭാഗത്ത് പറയും വഇൻ കുൻതും ജുനുബൻ ഫത്തഖറു വഇൻ കുൻതും മർദ ഔ അലാ സഫരിൻ ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിതി ഔ ലമസ്തുമുൻ നിസാ എന്ന് പറഞ്ഞതിന്റെ മറ്റു മസ്അലകൾ പറയുന്നുണ്ട്. വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത വരുന്ന അവസ്ഥയിൽ തയമം ചെയ്യാം, വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ തയമം ചെയ്യാം, ശക്തമായ തണുപ്പാണ് വെള്ളം ഉപയോഗിക്കാൻ പറ്റണില്ല, തയമം ചെയ്യാം. അവിടെ ഇസ്ലാം റുഖ്സ നൽകിയിട്ടുണ്ട്, ഇളവ് നൽകിയിട്ടുണ്ട്. അത് ഇസ്ലാമിന്റെ ഇളവുകളിൽപ്പെട്ട കാര്യമാണ്. പക്ഷെ പൊതു മസ്അല എന്താണ്? നിസ്കരിക്കണോ വുദു എടുക്കണം. അപ്പൊ നമസ്കാരത്തിന് എന്ത് നിർബന്ധമാണ്? നമസ്കാരത്തിന് വുദു നിർബന്ധമാണ്, വാജിബാണ് വുദു എടുക്കുക എന്നുള്ളത്. അതാണ് നമസ്കരിക്കുന്നവന്റെ നമസ്കാരം ശരിയാകണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? വുദു ഷർത്താണ്. വുദു ഇല്ലാത്തവന്റെ ലാ യഖ്ബലുല്ലാഹു അസ്സ വജല്ല സദഖതൻ മിൻ ഗുലൂലിൻ വലാ സ്വലാത ബിഗൈരി തുഹൂരിൻ. സ്വഹീഹായ ഹദീസാണ്. ഒരാള് മോഷ്ടിച്ചെടുത്ത സമ്പത്ത്, കട്ടെടുത്ത പൈസ, അതുകൊണ്ട് സ്വതക്ക കൊടുത്തു, അത് അല്ലാഹു സ്വീകരിക്കൂല. അതേപോലെ തന്നെ ശുദ്ധിയില്ലാത്തവന്റെ നമസ്കാരവും അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നോക്കൂ നിങ്ങൾ, വുദുവിന്റെ ഹുക്കം എന്താ? അത് വാജിബാണ്, നിർബന്ധമാണ്. നിസ്കരിക്കണോ വുദു എടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. ഇനി നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ നമസ്കാരം നിർവഹിക്കണമെങ്കിൽ അയാൾക്ക് വുദു നിർബന്ധമാണ്. അപ്പൊ നമസ്കാരം നിർവഹിക്കുന്ന മനുഷ്യന് വുദു നഷ്ടമായാൽ അവന്റെ നിസ്കാരം ബാത്തിലായി. അവൻ വീണ്ടും വുദു ചെയ്ത് ആദ്യം മുതൽ നിസ്കരിക്കണം. ഞാൻ ഈ പറയുന്ന വാചകങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. നമസ്കാരത്തിന്റെ ഇടയിൽ വുദു നഷ്ടമായാൽ ആദ്യം മുതൽ നിസ്കാരം, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാനിത് ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം അടുത്ത് ഞാൻ ത്വവാഫിനെ കുറിച്ച് പറയും. വുദു നിർബന്ധമുള്ള മറ്റൊരു കർമ്മം എന്താ? ത്വവാഫാണ്. ആ ത്വവാഫിന്റെ ഇടയിൽ വുദു നഷ്ടപ്പെട്ടാലുള്ള മസ്അല വേറെയാണ്. മനസ്സിലായല്ലോ? നമസ്കാരത്തിന്റെ ഇടയിൽ വുദു നഷ്ടമായാൽ നിസ്കാരം ആദ്യം മുതൽ നിർവഹിക്കണം. പിന്നെ വുദു നിർബന്ധമുള്ള ഒരു ഇബാദത്ത്, ഒന്ന് നിസ്കാരമാണ്, രണ്ട് ത്വവാഫാണ്. എന്നാൽ ത്വവാഫിന്റെ ഇടയിൽ വുദു നഷ്ടമായാലോ? ത്വവാഫ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വുദു ഷർത്താണ്. ഒരാൾക്ക് ത്വവാഫ് ചെയ്യണമെങ്കിൽ വുദു ഷർത്താണ്, ശുദ്ധി ഷർത്താണ്. ഒരു പെണ്ണ് ഹൈദുള്ളവളാണ്, അല്ലെങ്കിൽ നിഫാസുകാരിയാണ്, അവൾക്ക് ത്വവാഫ് ചെയ്യാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അത്വവാഫു ഹൗലൽ ബൈത്തി മിത്ലു സ്വലാ. എന്താ അദ്ദേഹത്തിന്റെ വാചകം? അത്വവാഫു ഹൗലൽ ബൈത്തി, കഅബക്ക് ചുറ്റുമുള്ള തവാഫ് ഏതുപോലെയാണ്? മിസ്ലു സ്വലാ, സ്വല പോലെയാണ്, നമസ്കാരം പോലെയാണ്. ഇല്ല അന്നകും തതകല്ലമൂന ഫീഹി ഫമൻ തകല്ലമ ഫീഹി ഫലാ യതകല്ലമന്ന ഇല്ലാ ബിഖൈരിൻ. നിസ്കാര തവാഫും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിസ്കാരത്തിൽ ഒരാൾക്ക് സംസാരിക്കാൻ പാടില്ല. എടുത്തിരിക്കുന്ന ആളോട് എന്താ വർത്താനം ചോദിക്കാൻ പറ്റില്ല. ഫോണ് വന്നാല് ഞാൻ നിസ്കാരത്തിലാണ്, കുറച്ചിട്ട് വിളിക്കാന്ന് പറയാൻ പറ്റൂല നിസ്കാരത്തിലാണെങ്കിൽ. എന്നാൽ ത്വവാഫിലാണെങ്കിലോ, ത്വവാഫിന്റെ ഇടയിൽ എടുത്തിരിക്കുന്ന ആളോട് ചോദിക്കപ്പം നമ്മളിപ്പോ എത്രണ്ണം ചുറ്റി, ഓർമ്മ അല്ലെങ്കിൽ ഒന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഫോണ് വന്നാൽ ഒന്ന് എന്ത് ചെയ്യാം, നമുക്ക് പ്രതികരിക്കാം, സംസാരിക്കാം, അതിന് പ്രശ്നമല്ല. ബാക്കി ശുദ്ധിയുടെ വിഷയത്തിൽ എന്താണ്? രണ്ടിനും ഷർത്താണ്. ത്വവാഫിന് വുദു നിർബന്ധമാണ്, നമസ്കാരത്തിന് വുദു നിർബന്ധമാണ്. എന്നാൽ ത്വവാഫിന്റെ ഇടയിൽ വുദു പോയാൽ എന്ത് ചെയ്യണം? ചില പണ്ഡിതന്മാര് പറഞ്ഞു, നമസ്കാരം പോലെയാണ് എന്നല്ല പറഞ്ഞല്ലോ, നബി പഠിപ്പിച്ചല്ലോ. മിസ്ലു സ്വലാ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആദ്യം മുതൽ വീണ്ടും ത്വവാഫിയാണെന്ന് പറഞ്ഞു. ഇതേ ഹദീസ് വെച്ചുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞു ആ പറഞ്ഞത് ശരിയല്ല. കാരണം എന്താ? നിസ്കാരം പോലെയാണ് തവാഫ് എന്ന് പറയുമ്പോൾ നിസ്കാരം തവാഫും തമ്മിൽ ഒരു വ്യത്യാസമാണ്. നിസ്കാരത്തിൽ സംസാരിക്കാൻ പറ്റൂല, തവാഫിൽ സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ തവാഫിൽ എവിടെ വെച്ചാണോ വുദു നഷ്ടമാകുന്നത് ആ സ്ഥലത്ത് നിന്ന് ബാക്കി തുടങ്ങിയാൽ മതി. ഇപ്പൊ ഒന്നാമത്തെ തവാഫ് കഴിഞ്ഞു, രണ്ടാമത്തതിലാണ് എന്ത് ചെയ്തത്? വുദു നഷ്ടമായത്. അപ്പൊ 2 മുതൽ പൂർത്തിയാക്കിയാൽ മതി. 7ാമത്തതിലാ വുദു പോയി വുദു എടുത്ത് വന്ന് 7ാമത്തത് മാത്രം ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പൊ ഇതാണ് വുദു നിർബന്ധമുള്ള 2 കർമ്മങ്ങൾ. അതിൽ ഇഷ്കാൽ ഉണ്ടാവില്ല, സംശയം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാണ്. മൂന്നാമത്തെ കാര്യം എന്താ? മൂന്നാമത്തെ വിഷയം, വിശുദ്ധ ഖുർആൻ സ്പർശിക്കാൻ എന്ത് വേണം? വുദു വേണം. വിശുദ്ധ ഖുർആൻ സ്പർശിക്കാൻ വുദു വേണം. നബി പറഞ്ഞു വിശുദ്ധ ഖുർആനിലൂടെ ലാ യമസ്സുഹു ഇല്ലൽ മുത്തഖറൂൻ, സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പറഞ്ഞാണ്
ലാ യമസ്സുഹു ഇല്ലൽ മുത്തഖറൂൻ. വിശുദ്ധ ഖുർആനിനെ സ്പർശിക്കണമെങ്കിൽ ശുദ്ധി വേണമെന്നുള്ളൊരു തെളിവാണ് ഈ ആയത്ത്. അപ്പൊ ഇതിന്റെ ബേസ് അത് തന്നെയാണ്. ഇതിൽ യാതൊരു ഇഷ്കാലില്ല. ഖുർആൻ ഓതാൻ ഏറ്റവും നല്ലത്, ഏറ്റവും ശരിയായ രീതി എന്താ? വുദുവോടുകൂടെ ഖുർആൻ ഓതുക എന്നുള്ളതാണ്. വുദുവോടുകൂടെ ഖുർആൻ ഓതുക. നബി പറഞ്ഞു, ലാ തമസ്സൽ ഖുർആന ഇല്ലാ വഅൻത താഹിറുൻ. നീ എന്ത് ചെയ്യരുത്? ഖുർആനെ നീ സ്പർശിക്കരുത്, എങ്ങനെയല്ലാതെ? ശുദ്ധിയോടുകൂടെ അല്ലാതെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മദ്ഹബിന്റെ ഇമാമുകൾ, 4 ഇമാമുകളും അവർ 4 പേരും പറഞ്ഞ വാചകം എന്തറിയോ? ലാ യജൂസു മസ്സുൽ മുസ്ഹഫി മിൻ ഗൈരി വുദൂഹിൻ വഹാദാ ബിഇത്തിഫാഖിൽ മദാഹിബിൽ ഫിഖഹിയ്യത്തിൽ അർബഅ. പണ്ഡിതന്മാർ പറഞ്ഞു, ഫിഖഹിന്റെ പണ്ഡിതന്മാർ 4 വിഭാഗം പണ്ഡിതന്മാരും, ഇമാം അബൂ ഹനീഫ, അതേപോലെ ഇമാം ഷാഫി, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, എല്ലാവരും പറഞ്ഞെന്താ? ഖുർആൻ സ്പർശിക്കാൻ എന്തു വേണം? വുദു വേണം. അതാണ് പണ്ഡിതന്മാരുടെ മദ്ഹബിന്റെ ഇമാമുകളുടെയൊക്കെ അഭിപ്രായം. എന്നാൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഈ വിഷയത്തെ വളരെ വിശാലമായി ചർച്ച ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു, ഏറ്റവും ശരിയായത്, ഏറ്റവും നല്ലത് ഖുർആൻ സ്പർശിക്കാൻ വുദു എടുത്ത് തന്നെ ഖുർആൻ ഓതലാണ്. അതല്ലാത്ത, അതിന് സാധ്യമാകാത്ത ചില അവസ്ഥകളുണ്ട്. ഇപ്പൊ ഹൈലുകാരിയായ ഒരു പെണ്ണ്, ആ പെണ്ണ് എങ്ങനെയാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത്? പണ്ഡിതന്മാർ പറഞ്ഞു, ഖുർആനിനെ നേരിട്ട് സ്പർശിക്കാതെ അവൾക്ക് ഖുർആൻ ഓതാം. നേരിട്ട് സ്പർശിക്കാതെ ഖുർആൻ ഓതാം. ഉദാഹരണത്തിന് കയ്യുറ പോലെയുള്ള, കയ്യിൽ ഷോക്സ് പോലെയുള്ളതൊക്കെ ധരിച്ചിട്ട് എന്ത് ചെയ്യുക? ഖുർആനെ നേരിട്ട് സ്പർശിക്കാതെ എന്ത് ചെയ്യുക? അവർക്ക് ഓതാം. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, പേന ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? പേന കൊണ്ട് ഇങ്ങനെ സ്പർശിച്ച്, പേന കൊണ്ട് മറിച്ച് അങ്ങനെ ഓതാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇതൊക്കെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. അതേപോലെ തന്നെ അശുദ്ധിയിലുള്ള ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഹിഫ്ളിൽ നിന്ന് ബൈഹാട്ടായ കാര്യങ്ങൾ എന്ത് അവർക്ക് എടുത്തോതാം. സ്പർശനമാണ് ഇവിടെ തടസ്സമായി, ഖുർആൻ ഓതുന്നതിനല്ല. അതുകൊണ്ട് ഹിഫ്ളിൽ നിന്ന് എടുത്തോതാന്ന് പറഞ്ഞു. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു പെണ്ണ് സ്ഥിരമായി ഓതേണ്ട ഭാഗങ്ങളുണ്ട്. ആയത്തുൽ കുർസി ഓതണം രാവിലെയും വൈകുന്നേരം. അതേപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് രാത്രി പാരായണം ചെയ്യണം. സൂറത്തുൽ വാഖിയ ഓതാനുണ്ട്. അതേപോലെ തന്നെ ഇഖ്ലാസ്, കാഫിറൂൻ, അങ്ങനെയുള്ള സൂറത്തുകൾ ഒരു നിത്യജീവിതത്തിൽ നമ്മൾ പാരായണം ചെയ്യേണ്ട സൂറത്ത്, അതൊക്കെ ഓതാം. അതിനൊന്നും തടസ്സമല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഇത് പ്രയാസം നേരിടുന്നത് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കാണ്. പ്രായപൂർത്തിയെത്തിയ വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അറബി കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഹുക്കുമിൽ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞത്, അവർ നേരിട്ട് ഖുർആനിനെ സ്പർശിക്കാതെ അവരെന്ത് ചെയ്യുക? ഖുർആനുമായി അവർക്ക് ബന്ധം സ്ഥാപിക്കാവുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അഅലം. അതാണ് ആ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും 3 കാര്യങ്ങൾക്ക് വുദു നിർബന്ധമാണ്. 1 നമസ്കാരമാണ്, 2 തവാഫാണ്, 3 വിശുദ്ധ ഖുർആൻ സ്പർശിക്കാനാണ്. അപ്പൊ അതില് നമ്മുടെ വിഷയം എന്താണ്? നമസ്കാരമാണ്. ആ നമസ്കാരത്തിന് വുദു നിർബന്ധമാണ്. ആ വുദു നിർബന്ധമല്ലാത്ത ചില സമയങ്ങളുണ്ട്, സുന്നത്തായ ചില സമയങ്ങളുണ്ട്. വുദുവെടുക്കൽ സുന്നത്തായ സമയങ്ങൾ. 1, നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, അള്ളാഹുവിനെ ഓർക്കാൻ, ദിക്ർ എടുക്കാൻ എന്ത് ചെയ്യാ? ശുദ്ധി വരുത്തുക എന്നുള്ളത് പ്രത്യേക സുന്നത്താണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഖുർആൻ ഓതാൻ വേണ്ടി ഒരാൾ ഇങ്ങനെ ആലോചിച്ചു, ഖുർആൻ ഓതാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ അയാൾക്ക് വുദു ഇല്ല. അപ്പൊ ഖുർആൻ ഓതാൻ വേണ്ടി പ്രത്യേകമായി മനപ്പാടത്ത് പഠിക്കാനോ എന്തിനാലും ഇരിക്കുന്ന സമയത്ത് വുദു എടുക്കുക എന്നുള്ള പ്രത്യേകം സുന്നത്താണ്. അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി, ദിക്ർ എടുക്കാൻ വേണ്ടി ഇരിക്കണം ഒരാള്. കുറെ നേരം സുബ്ഹാനല്ലാഹ് ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, ഇങ്ങനെ ദിക്ർ എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യുക? അയാൾ വുദു എടുക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ എല്ലാ നമസ്കാരത്തിന്റെ വേളകളിലും വുദൂഇനെ പുതുക്കുക എന്നുള്ളത് സുന്നത്താണ്. അതിന്റെ അർത്ഥം എന്താ? ഒരാൾ ദുഹറിന് വുദു എടുത്തു, അയാൾക്ക് അസ്റായപ്പോ വുദു ഉണ്ട്, വുദു മുറിഞ്ഞിട്ടില്ല, അയാൾക്ക് വുദു നിർബന്ധമായിട്ടില്ല. പക്ഷേ ആ നമസ്കാരത്തിന് വേണ്ടി പുതിയ വുദു എടുക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ ഇൻദ കുല്ലി സ്വലാത്തിൻ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നമസ്കാരത്തിന്റെ സമയത്ത് എന്ത് ചെയ്യും? വുദു എടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, എല്ലാ നമസ്കാര വേളകളിലും വുദു മുറിഞ്ഞിട്ടില്ല എങ്കിലും വുദു എടുക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ എന്ത് ചെയ്തു? പഠിപ്പിച്ചു. അതേപോലെ തന്നെ 3, വലിയ അശുദ്ധി ബാധിച്ച ഒരാൾ, ഭാര്യ ഭർത്തൃ ബന്ധം നടന്നു, വലിയ അശുദ്ധി ബാധിച്ച ഒരാൾ, അയാൾ വീണ്ടും സംയോഗത്തിന് ഉദ്ദേശിക്കുകയാണ് എങ്കിൽ, ജിമാഇനെ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ,
അല്ലെങ്കിൽ ഉറങ്ങാനോ ഭക്ഷണപാനീയത്തിനോ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അയാൾ വുദൂ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. 3 കാര്യങ്ങൾ പറഞ്ഞു. ഒരാള് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് ചെയ്യണം? അയാൾ വുദൂ എടുക്കണം, അത് സുന്നത്താണ്. എന്നിട്ട് അയാൾ തന്റെ ഭാര്യയുമായി അല്ലെങ്കിൽ ഭർത്താവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ആ ഏർപ്പെട്ടതിന് ശേഷം വീണ്ടും ബന്ധപ്പെടുന്നുണ്ട് എങ്കിൽ വുദൂ എടുക്കൽ സുന്നത്താണ്. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ, വെള്ളം കുടിക്കാനൊക്കെ ഉദ്ദേശിച്ചാൽ, ഭക്ഷണപാനീയത്തിന് ഉദ്ദേശിച്ചാൽ എന്താണ്? വുദൂ ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇമാം അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ അത അഹദുകും മഹ്ലഹു ثم അറാദ അൻ യഊദ ഫൽയതവല്ലഅ. ഞാൻ ഈ പറഞ്ഞ ആശയം, അഥവാ നിങ്ങളിൽ ആരെങ്കിലും തന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നു സംഭോഗത്തിൽ ഏർപ്പെട്ട് വീണ്ടും മടങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനിടയിൽ അവൻ വുദൂ ചെയ്യേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ കാന ഇദാ അറാദ അൻ യനാമ വഹുവ ജുൻബുൻ തവല്ലഅ വുദൂഅഹു ലിസ്സലാ ഖബ്ല അൻ യനാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാബത്തുകാരനായിരിക്കെ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ ഉറങ്ങുന്നതിന് മുമ്പ് നമസ്കാരത്തിന് വുദൂ ചെയ്യുന്നത് പോലെ വുദൂ ചെയ്യുമായിരുന്നു. അപ്പൊ ഇതെന്താ? ഈ 3 സമയങ്ങളിൽ വുദൂ ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തായ കാര്യമാണ്. 4-മത്തത്, കുളിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? വുദൂ എടുക്കൽ സുന്നത്താണ്. നമ്മൾ വെറുതെ പറഞ്ഞു പോണതല്ല. നമ്മളെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ പ്രാവർത്തികമാക്കണം. കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കുളിക്കുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കുളിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? വുദൂ ചെയ്യണം. അത് സുന്നത്തായ കാര്യമാണ്. അതേപോലെ തന്നെ ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്യണം? വുദൂ ചെയ്യണം. നമ്മൾ സാധാരണ കുട്ടികളോട് പറയും, നിങ്ങൾ മൂത്രമൊഴിച്ചിട്ട് കിടക്കണം. അവിടെ കുട്ടികളെ പഠിപ്പിക്കണം, നമ്മളൊന്ന് വുദൂ എടുക്കാൻ കൂടെ പറയണം. നമ്മുടെ മക്കൾ വുദൂ എടുത്തിട്ട് ഉറങ്ങണ ഒരവസ്ഥയുണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമ്മളെ പഠിപ്പിച്ചു. നീ ഉറക്കശയ്യ പ്രാപിക്കാൻ ഉദ്ദേശിച്ചാൽ നമസ്കാരത്തിന് വുദൂ ചെയ്യുന്നത് പോലെ വുദൂ ചെയ്യുക. അപ്പൊ ഉറങ്ങണിന് മുമ്പ് എന്ത് ചെയ്യണം? വുദൂ ചെയ്യുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അപ്പൊ 5 സമയങ്ങൾ നമ്മൾ പറഞ്ഞു, 5 നേരങ്ങൾ. ഈ നേരങ്ങളിൽ വുദൂ ചെയ്യുക എന്നുള്ളത് എന്താണ്? സുന്നത്തായ കാര്യമാണ്. നിർബന്ധം ഏതാണ്? നമസ്കാരത്തിന്, തവാഫിന്, വിശുദ്ധ ഖുർആൻ സ്പർശിക്കാൻ വുദൂ നിർബന്ധമാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ വുദൂ എടുക്കുക. അതേപോലെ തന്നെ കുളിക്കുന്നതിന് മുമ്പ് വുദൂ എടുക്കുക. അതേപോലെ തന്നെ വലിയ അശുദ്ധിയുള്ള ആള് വീണ്ടും സംയോഗത്തിന് ഉദ്ദേശിച്ചാൽ, ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ, വെള്ളം കുടിക്കാൻ ഉദ്ദേശിച്ചാൽ വുദൂ ചെയ്യുക. എല്ലാ നമസ്കാരത്തിന്റെ വേളയിലും വുദൂവിനെ പുതുക്കുക. ഖുർആൻ പാരായണം ചെയ്യാൻ, അതേപോലെ തന്നെ ദിക്ർ എടുക്കാൻ ഉദ്ദേശിച്ചാൽ വുദൂ എടുക്കുക എന്നുള്ളത് ഏതാണ്? അതൊക്കെ സുന്നത്തായ കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അതേപോലെ തന്നെ വുദൂവിന്റെ മഹത്വങ്ങൾ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. നമ്മൾ എടുക്കുന്ന വുദൂഇന് വലിയ മഹത്വമുണ്ട്. അതറിയുമ്പോഴാണ് ആ വുദൂഇനോട് നമുക്ക് സ്നേഹം ഉണ്ടാകുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വുദൂ എടുക്കണം. നോക്കൂ നിങ്ങൾ, ഹദീസിലെ വാചകം എന്താ? മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ മിൻ മുസ്ലിമിൻ യബീതു അലാ ദിക്രില്ലാഹി താഹിറൻ ഫയതആറാ മിനൽ ലൈലി ഫയസ്അലുല്ലാഹു ഖൈറൻ മിൻ അംരി ദുനിയ വൽ ആഖിറ ഇല്ലാ അഅതാഹു ഇയ്യാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന, തൊബറാനി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ശുദ്ധിയോടുകൂടെ എന്ത് ചെയ്തു? ഒരാൾ ഉറങ്ങാൻ കിടന്നു. അയാൾ ഉറങ്ങാൻ കിടന്നു, വുദൂ എടുത്തിട്ട് ഉറങ്ങാൻ കിടന്നു. പക്ഷെ അയാൾക്ക് ഉറക്കം വരുന്നില്ല. അയാൾക്ക് ഉറങ്ങാൻ പറ്റും, ഉറക്കം വരുന്നില്ല. ആ സമയത്ത് അയാൾ അള്ളാഹുവിനെ ഓർമ്മിക്കുകയും അള്ളാഹുവിനോട് ദുനിയാവിലെയും പരലോകത്തിലെയും ഖൈറുകൾ അവൻ എന്ത് ചെയ്തു? ചോദിക്കുകയും ചെയ്തു. ആ ചോദിച്ച മനുഷ്യന് അവൻ ചോദിക്കുന്ന അള്ളാഹു കൊടുക്കുന്ന. എന്തൊക്കെ ആവശ്യമുണ്ട് നമുക്ക്, എന്തൊക്കെ ആവശ്യമുണ്ട് നമുക്ക്, എന്തൊക്കെ റബ്ബിനോട് ചോദിക്കാണ്ട് നമുക്ക്. നോക്കൂ നിങ്ങൾ, റബ്ബ് പറയാണ് നിങ്ങൾ ചോദിക്കുന്നതൊക്കെ നൽകാം, അല്ലേ പറയണത്. പക്ഷെ ചോദിക്കാൻ നമ്മൾ റെഡിയാകണ്ടേ? എന്താ ചോദിക്കാനുള്ള കണ്ടീഷൻ? എന്താ? വുദൂവോടുകൂടെ രാത്രി ഉറങ്ങാൻ കിടക്കുക. ഉറക്കം വരുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്യാ? നമ്മൾ അള്ളാഹിനോട് ചോദിക്കാം, നമ്മൾ പ്രാർത്ഥിക്കാം. നോക്കൂ നിങ്ങൾ, എത്രയെത്ര സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ പ്രാർത്ഥന അനിവാര്യമായും അള്ളാഹുവിലേക്ക് ഉയരേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, അല്ലെ? പ്രിയങ്കരനായ നമ്മുടെ ഹാരിസ് മൗലവി, അദ്ദേഹം രോഗിയാണല്ലേ. എത്രയെത്ര ആളുകൾക്കാണ് പരിശുദ്ധ ദീനിന്റെ സന്ദേശം അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, എത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം രോഗിയായി കടന്നു. കുറച്ച് ദിവസം അൽഹംദുലില്ലാ അദ്ദേഹത്തിന്റെ രോഗം ശിഫയായിക്കൊണ്ടിരിക്കും. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫ നൽകട്ടെ. നോക്കൂ നിങ്ങൾ, റബ്ബിനോട് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ചോദിക്കാനുണ്ട്.
നമുക്ക് ദീന് പറഞ്ഞു തന്ന, നമുക്ക് മതം പഠിപ്പിച്ചു തന്ന നമ്മുടെ ഉസ്താദിന് വേണ്ടി, ഷിഫായിന് വേണ്ടി ചോദിക്കണം നമ്മൾ. അതിന് അല്ലാഹ് പറഞ്ഞൊരു സമയമാണെന്ത്? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ നൽകാം. നമ്മൾ ആവശ്യം എന്താ? അദ്ദേഹം തിരിച്ചു വരണം, രോഗം മാറണം. അല്ലെ? പുള്ളിപ്പാടത്തുള്ള നമ്മുടെ സഹോദരൻ മനാഫ്, അദ്ദേഹം ആക്സിഡന്റ് പറ്റി, അപകടം പറ്റി, അദ്ദേഹം അപകടനില തരണം ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. കുറെ ദിവസങ്ങളായി വലിയ പ്രതിസന്ധിയിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അല്ലാഹു അദ്ദേഹത്തിന് ശിഫ നൽകുമാറാകട്ടെ. നമ്മൾ ചോദിക്കണ്ടേ? നമ്മൾ പ്രാർത്ഥിക്കേണ്ട, നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള, നമ്മൾ ചോദിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഇത് അല്ലാഹ് പറയാണ്, നിങ്ങൾ വുളൂ ചെയ്ത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് നൽകാം. മറ്റുള്ളവരുടെ കാര്യം മാത്രമല്ല, നമുക്ക് എന്തൊക്കെ ചോദിക്കാനുണ്ട്, നമുക്ക് എന്തൊക്കെ ചോദിക്കാം, നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, ഈ ആവശ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ഹദീസിലെ പ്രയോഗം തന്നെ എന്താ? പ്രവാചകൻ പറഞ്ഞത്, ഫയസ്അലുല്ലാഹ ഖൈറൻ മിൻ അംരി ദുനിയ. ദുനിയാവിലെ കാര്യങ്ങൾ ചോദിക്കുക. സമ്പത്ത് വേണോ? ചോദിച്ചോളൂ, അല്ലാഹ് നൽകും, അല്ലാഹ് നൽകും. പക്ഷെ വിശ്വാസം ഉണ്ടാകണം. പടച്ചോൻ എനിക്ക് നൽകുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെ ചോദിക്കണം. മൂസാ നബി ചോദിച്ചതുപോലെ ചോദിക്കണം. മൂസാ നബി അലൈഹിസ്സലാം ഫറോവ ചക്രവർത്തിയുടെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ചരിത്രം നമുക്കറിയാം, അല്ലെ? ഓടി അദ്ദേഹം രക്ഷപ്പെട്ടു. മരത്തിന്റെ ചോട്ടിൽ നിൽക്കുകയാണ്. അവിടെ ഒരു പെൺകുട്ടികൾ വെള്ളം കോരാൻ വേണ്ടി വന്നു. ആട്ടിടയന്മാര് അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കാണ്. അവരുടെ അടുക്കൽ പോയി ആ പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്തു. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു മരത്തിന്റെ തണലിലേക്ക് മാറി നിന്നു. ആ പെൺകുട്ടികൾ പോയി, അവിടെയുള്ള ആട്ടിടയന്മാര് പോയി. അദ്ദേഹം മാത്രമാണ്. കയറിക്കിടക്കാൻ വീടില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, എങ്ങോട്ട് പോകുമെന്നറിയില്ല. മനസ്സിന്റെ ഉള്ളിൽ പേടിയുണ്ട്, ആശങ്കയുണ്ട്. അവിടുന്നാണ് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്, പടച്ചോനെ, എന്തൊരു ഖൈറ് നീ എനിക്ക് നൽകിയാലും ഞാനതിന് അത്യാവശ്യക്കാരനാണ്. എനിക്ക് എന്ത് കിട്ടിയാലും അത് വളരെ ആവശ്യമുള്ള ഒരു സമയമാണ്. ആ ഖൈറ് നീ എനിക്ക് നൽകണേന്ന അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. നോക്കൂ നിങ്ങൾ, ആ ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ രോമം ഇങ്ങനെ എഴുന്നേറ്റിക്കും, അല്ലെ? ആ വെള്ളം നിറച്ച് വീട്ടിലേക്ക് പോയ പെൺകുട്ടികൾ അവര് തിരിച്ചു വന്നു. എന്നിട്ട് അവര് മൂസാ നബിയോട് പറയാ, നിങ്ങളെ ഞങ്ങളെ വാപ്പ വിളിക്കുന്നുണ്ട്, നിങ്ങളെ ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം. കുറേ പാഠങ്ങളുണ്ട് ആ ചരിത്രത്തിന്. ഞാൻ അതിന്റെ മസാലകളിലേക്ക് പോകല്ല. ആ മൂസാ നബി അവരുടെ മുന്നിൽ നടന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അവരുടെ വീട്ടിലെത്തി. മൂസാ നബിക്ക് ആ ബാപ്പ എന്ത് ചെയ്തു? സമാധാനം നൽകി. മൂസാ നബിയുടെ ചരിത്രമൊക്കെ ചോദിച്ചു, കഥയൊക്കെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ഒരു പ്രയാസമല്ല. പേടിച്ച മനസ്സുമായി ഓടി വന്ന മൂസാ നബി അള്ളാഹിനോട് ചോദിച്ചു, പടച്ചോനെ, എന്തൊരു ഖൈറ് നൽകിയാലും എനിക്കത് ആവശ്യമുള്ള നേരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് ആശ്വാസം നൽകാണ് മറ്റൊരാളുടെ വാക്കിലൂടെ. തീർന്നില്ല. മൂസാ നബിക്ക് ഒരു ഭാര്യയെ കിട്ടി, മൂസാ നബിക്ക് ജോലി കിട്ടി, മൂസാ നബിക്ക് താമസിക്കാൻ ഇടം കിട്ടി, അല്ലേ? ഇതൊക്കെ മൂസാ നബിക്ക് കിട്ടി. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ പേര് പറഞ്ഞ പ്രവാചകനാരാ? മൂസാ നബിയാണ്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ചരിത്രമുള്ളത് ഏത് പ്രവാചകനെ കുറിച്ചാ? മൂസാ നബിയെ കുറിച്ചാണ്. ഫറോവയുടെ ചരിത്രം, മൂസാ നബിയുടെ ചരിത്രം സൂറത്തുൽ അറാഫിലുണ്ട്, സൂറത്തു ശുഅറായിലുണ്ട്, ഒട്ടനവധി സൂറത്തുകളിൽ അള്ളാഹു വിശദീകരിക്കും, നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നോക്കൂ നിങ്ങൾ, ഉറച്ച വിശ്വാസത്തോടു കൂടെ ചോദിക്കാം. മൂസാ നബിക്ക് കൊടുത്ത അതേ പടച്ചോനോടാണ് റബ്ബേ രോഗം മാറ്റണം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മൂസാ നബിക്ക് ഉത്തരം കൊടുത്ത അതേ അള്ളാഹിനോടാണ് പടച്ചോനെ ഞാൻ ദാരിദ്ര്യത്തിലാണ്, പ്രയാസത്തിലാണ്, സമ്പത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. പടച്ചോൻ നൽകും സഹോദരങ്ങളെ. നമുക്ക് റിസക്ക് നൽകാൻ, എന്ത് നിലക്കും റിസക്ക് നൽകാൻ കഴിവുള്ളവനാരാ? പടച്ചോനാണ്. എന്താണ് നമ്മുടെ ആവശ്യം? ദുനിയാവ് നമുക്ക് ചോദിക്കാം, പരലോകം ചോദിക്കാം. അപ്പൊ റബ്ബ് പറയാം, നിങ്ങൾ വുദൂഅൊക്കെ എടുത്ത് നിങ്ങൾ ചോദിച്ചാൽ എന്ത് ചെയ്യാ? ഞാൻ നിങ്ങൾക്ക് അതിനുത്തരം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അപ്പൊ വുദൂഇന്റെ ഒരു മഹത്വമാണത്. രണ്ട് നോക്കൂ നിങ്ങൾ, ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വർഗത്തില് അദ്ദേഹത്തിന്റെ ചെരിപ്പടി ശബ്ദം, മുന്നിൽ നടക്കുന്നതിന്റെ ചെരിപ്പടി ശബ്ദം കേട്ട ചരിത്രം പലതവണ നമ്മൾ കേട്ടതാണ്, അല്ലെ? എന്താ ഇതിന്റെ കാരണം? എന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറഞ്ഞത്, ഞാന് എപ്പോൾ അശുദ്ധി ബാധിച്ചാൽ എന്ത് ചെയ്യും? വേഗം ഒതു കൊടുക്കും. ഒതു എടുത്താൽ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും ചെയ്യും. ഒന്ന്, അദ്ദേഹം ശുദ്ധിയോടുകൂടെ നടന്നു എന്നുള്ളതാണ്. 2, ആ ശുദ്ധി വരുത്തിയ ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം സുന്നത്ത് നിസ്കരിച്ചു, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. അപ്പൊ വുദൂഇന് ശേഷം എന്തുണ്ട്? 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ട്. എപ്പോ വുദൂ എടുത്താലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. ഒരു ദിവസം 76 റക്അത്ത് നിസ്കാരം ഉണ്ടാവും. 77 റക്അത്ത് നിസ്കാരം ഉണ്ടാകും ഒരു ദിവസം. രണ്ടും നിങ്ങൾ കൂട്ടി നോക്കിയാൽ മതി. ഒറ്റ ദിവസം ഫറദും സുന്നത്തുമായ നമസ്കാരങ്ങളെ നമ്മൾ കൂട്ടി നോക്കിയാൽ 77 റക്അത്തോളം നിസ്കാരം ഉണ്ടാകും. കൂട്ടി നോക്കിയാൽ മതി. റവാത്തിബ് സുന്നത്ത്, വുദൂഇന് ശേഷം 10 റക്അത്ത് കിട്ടും.
അതേപോലെ തന്നെ തഹിയ്യത്ത്, പിന്നെ ഫർദ് 17 ഇങ്ങനെ ഒന്ന് എഴുതി കൂട്ടിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോ എപ്പോൾ വുദു എടുക്കുക അപ്പൊ 2 റക്അത്ത്. അവിടെ എന്താ? ശുദ്ധിയോടുകൂടെ നടക്കുക, എപ്പോഴും ശുദ്ധിയോടുകൂടെ നടക്കുക. അത് നമ്മുടെ ദറജ ഉയരാൻ, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ കാരണമാണ് എന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള കാരണമാണെന്ത്? വുദു എടുക്കുക എന്നുള്ളത് നബി പഠിപ്പിച്ച ഹദീസിലുണ്ട്. ഒരുപാട് ഹദീസുകൾ ഈ മുകഫിറാത്തു ദുനൂബ്, പാപ മോചനത്തിനുള്ള പരിഹാര മാർഗങ്ങൾ പറയുന്ന ഒട്ടനവധി ഹദീസുകളിൽ എന്ത് കാണാൻ പറ്റും? വുദു എടുക്കുന്നത് കാണാൻ പറ്റും. ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല. ചില ഹദീസിൽ കാണുന്നത് നമ്മൾ വുദു എടുത്ത് നമ്മുടെ കൈ കഴുകുമ്പോൾ ആ കൈയിൽ നിന്ന് അവസാനത്തെ തുള്ളി വെള്ളം ഉറ്റി താഴെ വീഴുമ്പോൾ കൈകൊണ്ട് ചെയ്ത മുഴുവൻ പാപങ്ങളും ഒലിച്ചു പോകുന്നതാണ്. അതേപോലെ മുഖം കഴുകുമ്പോൾ മുഖത്തിലെ അവസാനത്തെ തുള്ളിയോടുകൂടെ മുഖം കൊണ്ട് ചെയ്ത പാപങ്ങൾ, കൈകൊണ്ട്, കാലുകൊണ്ട്, ഇങ്ങനെ എല്ലാ പാപങ്ങളും ഒഴിച്ചു പോകും. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ നേട്ടമാണ്, എത്ര വലിയ മഹത്വമാണ്. പക്ഷെ നമ്മളിൽ ആരാണ് വുദുവെടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള നേട്ടങ്ങൾ ആഗ്രഹിക്കാറുള്ളത്? ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ആരാണ് കൊതിക്കാറുള്ളത്? അതുകൊണ്ട് തന്നെ വുദുവെടുക്കുന്നതിലൂടെ നമ്മളെ കാത്തിരിക്കുന്നത് വലിയ വലിയ പ്രതിഫലങ്ങളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും. നബി പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, നാളെ പരലോകത്ത് ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമ ഗുർറൻ മുഹജ്ജലീന മിൻ ആഥാരിൽ വുദു. നാളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ നമ്മളെ തിരിച്ചറിയ വുദുവിന്റെ അടയാളം കൊണ്ടാണ്. വുദുവിന്റെ അടയാളം കൊണ്ട് നമ്മളെ തിരിച്ചറിയും. അപ്പൊ വുദു പൂർണ്ണമായി ശരിയായി എടുക്കുന്ന ആളുകളെ എന്ത് ചെയ്യും? അവരെ നബി നാളെ പരലോകത്ത് തിരിച്ചറിയും. മറ്റൊരു ഹദീസിൽ കാണാം, മാ മിൻ മുസ്ലിമിൻ യതബല്ലഉ ഫയുഹ്സിനു വുദുഅഹു ثم يقوم فيصلي ركعتين മുഖ്ബിലൻ അലൈഹിമാ ബിഖൽബിഹി വവജ്ഹിഹി ഇല്ലാ വജബത് ലഹുൽ ജന്ന. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരാള് ഏറ്റവും നന്നായി വുദു എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? അയാള് നല്ല ഹൃദയത്തോടുകൂടെ, മനസ്സിൽ പകയും വെറുപ്പൊന്നുമില്ലാതെ അയാൾ 2 റക്അത്ത് നിസ്കരിച്ചു. അയാൾക്ക് സ്വർഗ്ഗമുണ്ട് എന്നാണ്. 2 കാര്യം ചെയ്തു, 2 അമല ചെയ്ത്. ഒന്ന് നിസ്കരിച്ചു, ഒന്ന് വുദു ചെയ്തു. സ്വർഗമാണ് പകരം. അപ്പൊ നമ്മൾ എടുക്കുന്ന വുദുഇന് ഇത്ര വലിയ സ്ഥാനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പറയും കുറെ ഹദീസുകളുണ്ട്, ഞാൻ സമയത്തെ പേടിച്ചുകൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വുദു എന്താന്ന് മനസ്സിലായി, വുദുവിന്റെ സ്ഥാനം മനസ്സിലായി, വുദുവിന്റെ മഹത്വം മനസ്സിലായി. ഇനി വുദുവിന്റെ രൂപം കൂടെ നമുക്കൊന്ന് പറയാം. എല്ലാവർക്കും വുദു എടുക്കാൻ അറിയും, പക്ഷെ അബദ്ധങ്ങളില്ല എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന വുദു അത് ശരിയാണ് എന്ന് എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. വുദുവിന്റെ ഫർളുകൾ 6 കാര്യങ്ങളാണ്. വുദുവിന്റെ ഫർളുകൾ 6 കാര്യങ്ങൾ. 1, മുഖം കഴുകണം. 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്തു? വുദു പൂർണ്ണമായി. അതാണ് ഖുർആനിലെ കൽപ്പന. ഞാനതാ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലു വുജൂഹക്കും വംസഹു ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. കൈ കഴുകണം, മുഖം കഴുകണം, കൈ കഴുകണം, തല തടവണം, കാല് കഴുകണം. ഈ 4 കാര്യങ്ങൾ ഇത് ചെയ്താൽ വുദു പൂർത്തിയായി. പക്ഷെ വുദുവിന്റെ സമ്പൂർണമായ രൂപം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. അപ്പൊ 1, മുഖം കഴുകുക, 2 കൈകളും മുട്ടുകൾ ഉൾപ്പെടുത്തി കഴുകുക, തല തടവുക, 2 കാലുകളും ഞെരിയാണി ഉൾപ്പെടുത്തി കഴുകുക. ഇതാണ് വുദുവിലെ 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം? പണ്ഡിതന്മാർ പറഞ്ഞു. 6 കാര്യങ്ങൾ എണ്ണിയപ്പോൾ അവർ പറഞ്ഞു അത് ക്രമപ്രകാരം ചെയ്യണം. ക്രമപ്രകാരം ചെയ്യണം. ആദ്യം എന്താവണം? ആദ്യം മുഖമാകണം, പിന്നെ 2 കൈകളാകണം, പിന്നെ തല തടവലാകണം, പിന്നെ അല്ലാതെ ഓർഡർ തെറ്റാൻ പാടില്ല. ക്രമപ്രകാരം ചെയ്യണം. വുദുവിന്റെ ഫറദുകൾ ഇടമുറിയാതെ ചെയ്യും വേണം. ഒന്ന് മുഖം കഴുകി പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞൊരു 1 മണിക്കൂർ കഴിഞ്ഞ് നിന്നിട്ടല്ല, അതിന്റെ ആ ഒരു തുടർച്ച ഉണ്ടാകണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അങ്ങനെ അവർ 6 കാര്യങ്ങളെന്ന് പണ്ഡിതന്മാർ വുദുവിന്റെ ഫറദായിക്കൊണ്ട് എണ്ണി പറയാറുണ്ട്. ഇനി വുദുവിന്റെ സുന്നത്തുകൾ കൂടെ പറയുമ്പോൾ എന്ത് ചെയ്യും? വുദു പൂർണ്ണമാകും. അപ്പൊ 4 കാര്യങ്ങള് നമുക്ക് മനസ്സിലായി, കർമ്മങ്ങള്. 2 കാര്യങ്ങൾ എന്താ? അതിൽ 2 കാര്യങ്ങള്. 1, ക്രമപ്രകാരം ചെയ്യുക, തുടർച്ച ഉണ്ടാവുക. ഇനി വുദുവിന്റെ സുന്നത്തുകൾ എന്താ? 1, ബിസ്മി ചൊല്ലുക എന്നുള്ളതാണ്. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം? ബിസ്മി ചൊല്ലണം. ഏതൊരു നല്ല കാര്യം. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം തരും. ഒരു മുസ്ലിമിന് ബിസ്മി ചൊല്ലി തുടങ്ങാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്യാൻ പറ്റൂല. ബിസ്മി ചൊല്ലി തുടങ്ങാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്യാൻ പറ്റൂല. ഒരാൾ കള്ളുടിക്കുകയാണ്, ബിസ്മി ചെയ്യാൻ പറ്റുക? ബിസ്മി കള്ളുടിക്കാൻ പറ്റും? അതിന്റെ അർത്ഥം എന്താ? അവനാ കള്ളുടിക്കാൻ പാടില്ല, അവന് പറ്റൂല. നമ്മുടെ ജീവിതത്തിൽ ബിസ്മി ചൊല്ലി തുടങ്ങാൻ പറ്റാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ സ്വലാത്ത ലിമൻ ലാ വുദുഅ ലഹു വലാ വുദുഅ ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹി തആല അലൈഹി.
ശരിക്കും ഈ ഹദീത്ത് വെച്ച് പണ്ഡിതന്മാർ വാജിബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? ഹദീസിലെ വാചകം എന്താ? ലാ സ്വലാത്ത ലിമൻ ലാ വുദു അല, വുദു ഇല്ലാത്തവന് നിസ്കാരമില്ല. വലാ വുദു ഇല്ല ആർക്ക്? അല്ലാഹനെ സ്മരിക്കാത്തവന്, ബിസ്മി ചൊല്ലാത്തവന് വുദു ഇല്ല. അങ്ങനെ ഹദീത്ത്. പക്ഷെ അത് സുന്നത്തായ കാര്യമാണ്, നിർബന്ധമാണ് എന്ന് പറയാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് എന്താണ് ഈ ബിസ്മില്ല പറയൽ വാജിബാണെന്നാണ്. വാജിബാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം, വുദുവിന്റെ മുമ്പ്. ഏതുപോലെ തഹിയ്യത്ത് നിസ്കാരം, തഹിയ്യത്ത് നിസ്കാരത്തിന്റെ ഹുക്കം എന്താ? നമ്മൾ പറയും സുന്നത്ത് നിസ്കാരാണെന്നാ അല്ലേ? സുന്നത്ത് നിസ്കാരം. പക്ഷെ ഹദീത്തിന്റെ ലഫ്ളുകൾ സൂചിപ്പിക്കുന്നത് വാജിബാണെന്നാണ്. അങ്ങനെ പണ്ഡിതന്മാർ പറയാം. അങ്ങനെയാണ് പണ്ഡിതന്മാരെ പഠിക്കുക. ഞാൻ ആ ഹദീദ് പഠിക്കുന്നത് പരിശുദ്ധ ഹറമിലെ ഒരു ഇമാം, അദ്ദേഹം ഞങ്ങൾക്കൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അബസ ഓതി ഒരു പ്രബോധകൻ ഉണ്ടാകേണ്ട ഗുണങ്ങൾ പറഞ്ഞ് അദ്ദേഹം ക്ലാസ് തുടങ്ങിയത്. അന്ന് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ച ഹദീത്താണ്, നിങ്ങൾ പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കാൻ പാടില്ല. റവാത്തിബ് സുന്നത്തിന്റെ തഹിയ്യത്തുൽ മസ്ജിദിന്റെ ഹദീത്ത് അങ്ങനെയാണ്. പള്ളി കയറിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് എന്നാ അമ്രാണത്. ഇരിക്കരുത് എന്നാ കൽപ്പന. ആ ഹദീസിനെ വെച്ച് ഒരു പറ്റം പണ്ഡിതന്മാർ പറഞ്ഞത് പിന്നെ തഹിയ്യത്തുൽ മസ്ജിദ് എന്താ വാജിബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അതേപോലെ വുദൂഇന്റെ മുമ്പ് ബിസ്മി ചൊല്ലല് വാജിബ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം എന്താ? അത്രയും ഗൗരവമുള്ള വിഷയമാണ്. പക്ഷേ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ ഇത് വാജിബായിട്ട് എണ്ണിയിട്ടില്ല. ബിസ്മില്ല ചൊല്ലൽ സുന്നത്താണ്. എന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ ആ വുദൂ ചെയ്യുന്ന സമയത്ത് ബിസ്മില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? വുദൂ ചെയ്യുക. അതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ഷൈഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ബിസ്മില്ല പറയൽ നിർബന്ധമായിരുന്നുവെങ്കിൽ അത് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഖുർആനിൽ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാ ഫഗ്സിലൂ വുജൂഹക്കും. അവിടെ പറയും അത് നിർബന്ധമായിരുന്നെങ്കിൽ. അതുകൊണ്ട് അത് നിർബന്ധം എന്ന് പറയണ്ട, അത് സുന്നത്താന്ന് പറഞ്ഞാൽ മതി എന്നാണ് മഹാനായ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം. അപ്പൊ ഒന്നെന്താ? ബിസ്മില്ല പറയണം. 2 മിസ്വാക്ക് ചെയ്യണം, ദന്തശുദ്ധീകരണം വരുത്തണം. പല്ലിയേക്കുക എന്നുള്ളത് അതിന് ബ്രഷും കോൾഗേറ്റും ഒന്നും വേണ്ട, വിരലുകൊണ്ട് തേച്ചാൽ മതി. നമ്മൾ ശീലമാക്കണം. മനസ്സിലായി? നമ്മളത് വിചാരിച്ചാൽ ഇതൊക്കെ നടക്കും. പല്ല് തേക്കുന്ന ഒരു സ്വഭാവം എന്താണ് നമ്മൾ ഉണ്ടാക്കിയത്? വുദു എടുക്കുന്നതിന് മുമ്പ് ഒന്ന് കൈകൊണ്ട് പല്ല് തേക്കുന്ന സ്വഭാവം എത്ര വലിയ പുണ്യമാണ്. പ്രവാചകൻ പറഞ്ഞില്ല, എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ അവരോട് എല്ലാ നമസ്കാരത്തിന്റെ സമയത്തും പല്ല് തേക്കുന്നത് ഞാൻ നിർബന്ധിക്കുമായിരുന്നു. പല്ല് തേക്കൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് വുദൂ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? പല്ല് തേക്കുക, ബിസ്മി ചൊല്ലുക, പല്ല് തേക്കുക. അതേപോലെ തന്നെ 2 മുൻകൈകളും കഴുകുക. നമുക്കറിയാം, നമ്മുടെ 2 മുൻകൈകളും മണികണ്ഠം മുതൽ നമ്മുടെ ഈ കൈയിന്റെ ഈ ഭാഗം മുതൽ 2 കൈയിന്റെ മുൻകൈ എന്തിയെ കഴുകുക. ആ കൈകൾ കഴുകുന്ന സമയത്ത് എന്ത് ചെയ്യണം? വിരലുകൾക്കിടയിൽ വെള്ളം എത്തിക്കണം. നമ്മുടെ ഈ വിരലിന്റെ ഇടയിലൊക്കെ വെള്ളം എത്തി എന്ന് ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ഈ കൈയിന്റെ പിന്നെ ഈ മടക്ക് ഭാഗങ്ങളിൽ പലപ്പോഴും എന്ത് ചെയ്യും? തൊലി ചുളിഞ്ഞു കിടക്കും. അപ്പൊ ആ ചുളുങ്ങിയ ഭാഗത്ത് വെള്ളമെത്തിയെന്ന് ഉറപ്പ് വരുത്തണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ മുട്ട് കഴുകുമ്പോൾ അത് ശ്രദ്ധിക്കണം. മുട്ട് കഴുകുന്ന സമയത്ത് നമ്മുടെ ഇതേപോലെ നമ്മൾ നേരെ വെച്ച് കഴുകിയാൽ പലപ്പോഴും എന്ത് ചെയ്യൂല? അവിടെ വെള്ളെത്തൂല. നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് വുദു എടുത്ത് നോക്കുക. നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ കഴുകിയാൽ, ഒന്ന് കഴുകി കഴിഞ്ഞ് നിങ്ങൾ തുറന്നു നോക്കുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നനയാത്ത ഭാഗങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മളെ വുദു ശരിയാവൂല. ഒരു നാണയത്തിന്റെ അത്ര ഭാഗം, ഒരു ചെറിയ ഭാഗം വുദു എടുത്തപ്പോൾ നനയാത്തൊരു മനുഷ്യനോട് പ്രവാചകൻ 2ാമത് വുദു ചെയ്യിപ്പിച്ച ചരിത്രം പഠിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് ഗൗരവമുള്ള വിഷയമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ 2 മുൻകൈകളും കഴുകണം. കഴുകുന്ന സമയത്ത് എന്ത് ചെയ്യണം? കൈവിരലുകൾക്കിടയിൽ വെള്ളമെത്തി എന്ന് ഉറപ്പുവരുത്തണം. ചുളുങ്ങിയ ഭാഗങ്ങളിൽ വെള്ളമെത്തുന്നുണ്ട് എന്ന് എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. അതേപോലെ പല ആളുകൾക്കും അറിയാത്തൊരു മസല അവിടെ ഉണ്ട്. അടുത്തെന്താ? വായിൽ വെള്ളം കൊപ്പിളിക്കണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. അത് നമുക്കറിയാം. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റും വേണം, വായിൽ വെള്ളം കൊപ്പിളിക്കും വേണം അല്ലെ? വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിന്റെ കൂടെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റും. എങ്ങനെയാണ് മൂക്ക് ചീറ്റേണ്ടത്? പല ആളുകളും വലത് കൈ കൊണ്ട് എന്ത് ചെയ്യും? വെള്ളമെടുക്കും, വായിൽ വെള്ളം കൊപ്പിളിക്കും, വലത് കൈ കൊണ്ട് തന്നെ മൂക്ക് ചീറ്റും. അങ്ങനെയല്ല. മൂക്ക് ചീറ്റേണ്ടത് ഇടത് കൈ കൊണ്ടാണ്. മനസ്സിലായല്ലോ? സ്വലാത്തുൽ മുഅ്മിൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാപണ്ഡിതൻ അദ്ദേഹം കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാൻ വേണ്ടി എന്ത് ചെയ്യുക? ഇടത് കൈ ഉപയോഗിക്കുക. അതാണ് പണ്ഡിതന്മാര് ഹദീസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മളെ പഠിപ്പിച്ചത്. അത് സുന്നത്തായ കാര്യമാണ്. അതേപോലെ തന്നെ താടിയുള്ള ആളുകൾ അവരെന്ത് ചെയ്യണം? താടി ചികഞ്ഞ് താടിയുടെ ഉള്ളിലൊക്കെ വെള്ളം എത്തിക്കണം.
പുരുഷന്മാരെന്ത് ചെയ്യണം? താടി വളർത്തണം. സ്നേഹം കൊണ്ട് പറയണം, എല്ലാവരോടുള്ള ഇഷ്ടം കൊണ്ട് പറയണം. നമ്മളെ കൂട്ടത്തിൽ താടി ഉള്ള ആളുകളാകണം നമ്മൾ. താടി വരാത്തത് മറ്റൊരു വരാത്ത ആൾക്കാർക്ക് ഞാൻ ആരെയും കുറ്റപ്പെടുത്തണമല്ല. ഞാൻ താടിയില്ലാത്ത ആൾക്കാരെ വിമർശിക്കാനോ അതിനുവേണ്ടി വളരെ ആത്മാർത്ഥമായി വളരെ സ്നേഹത്തോടു കൂടെ പറയണം. നമ്മൾ എന്ത് ചെയ്യണം? താടി വളർത്തുക എന്ന ഗുണം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. 24 ഹദീത്ത് ഉണ്ട് ആ വിഷയത്തിൽ. 24 ഹദീത്ത്, 1-2 അല്ല, 24 ഹദീത്ത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നബിയെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച ദൗത്യം പറയുന്ന കാര്യങ്ങൾ. 8ഓളം കാര്യങ്ങൾ എണ്ണി പറയുന്നു. അതിൽ വരെ താടിന്റെ ഭാഗം വിശദീകരിക്കുന്ന കാണാൻ പറ്റും. ഒരു സഹാബിനെ പോലും നമ്മൾ താടി ഇല്ലാത്തതായിട്ട് വായിക്കണില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എൻ്റെ ഉപ്പമാർ, എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? താടി വളർത്തണം. താടി വളർത്തണം. അത് പ്രബലമായ സുന്നത്താണ്. 24 മണിക്കൂറും നമുക്ക് കൂലിയിട്ടുന്ന കാര്യമാണ്. നാളെ നമ്മുടെ നബി നമ്മളെ കാണുന്ന രംഗം, ഹൗദുൽ കൗസറിന്റെ അവിടുന്ന് നബി വെള്ളം കോരി തരും. കുറെ നന്മകൾ നമുക്ക് ഉണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നബിന്റെ മുമ്പിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് താടില്ല എന്നുണ്ടെങ്കിൽ, താടി വരാത്ത ആൾക്കാണ് ഈ പ്രശ്നമല്ല, വടിച്ചു കളഞ്ഞ ആൾക്കാരാണെങ്കിൽ എന്തേ കാര്യം നബി നമ്മളെ കുറിച്ച് വിചാരിക്കുക? ഞാൻ പറഞ്ഞൊരു കാര്യം, ഒരു പ്രയാസമില്ലാത്ത കാര്യമാണ്. താടി വളർത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കറിയൊരു മനുഷ്യനെ, അദ്ദേഹം ക്യാൻസർ ബാധിച്ച് പ്രയാസത്തിലാണ്. അദ്ദേഹം വലിയ ബുദ്ധിമുട്ടിലാണ്. അദ്ദേഹത്തെ പരിചയപ്പെട്ട് അദ്ദേഹത്തിന് ഓപ്പറേഷന്റെ സമയത്ത് എന്ത് വേണം? ഓപ്പറേഷന്റെ സമയത്ത് താടി ഇതാക്കണം, ചെറുതാക്കണം. താടി ഒന്നെങ്കിൽ ബ്ലേഡ് വെക്കണം, അല്ലെങ്കിൽ ഡ്രിം ഉപയോഗിച്ച് ചെറുതാക്കണം. ഞാൻ സർജറിയെ നേരിട്ട ആളാണ്. പക്ഷെ നമ്മളൊരു മുസ്ലിം ഡോക്ടർമാരാണ് സർജറി ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? ഒരു ഡോക്ടർ എൻ്റെ കൂടെ വന്ന് അദ്ദേഹം ഏറ്റവും ലളിതമായി എത്ര കുറച്ചെടുക്കാൻ പറ്റുക അത്ര അദ്ദേഹം എടുത്ത് ഒഴിവാക്കി രക്ഷപ്പെടുത്തി. എൻ്റെ സുഹൃത്ത് പറഞ്ഞ വാചകം എന്താ അറിയോ? താടി ഞാൻ കളയില്ല. ഞാനെങ്ങനെ ഈ ഓപ്പറേഷനിൽ മരിച്ചു പോയാൽ നാളെ എൻ്റെ പടച്ചോന്റെ മുമ്പിലെത്തുമ്പോൾ താടിയുള്ള അവസ്ഥയിൽ എനിക്ക് എൻ്റെ റബ്ബിനെ കാണണം, അങ്ങനെ എനിക്ക് കണ്ടാൽ മതി എന്ന് മറുപടി പറഞ്ഞ ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. അത്രമാത്രം താടി എന്ന സുന്നത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാർ. ഞാനേ പറഞ്ഞില്ല, ആരെയും കുറ്റപ്പെടുത്താനോ പ്രയാസപ്പെടുത്താനോ വേണ്ടി പറയുന്നല്ല. ഒന്ന് നമ്മൾ ശ്രമിച്ചു നോക്കുക. നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നോക്കൂ, നിങ്ങളെ ഹദീസിലെ പ്രയോഗം എന്താ? നിങ്ങൾ വുദു എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ താടി രോമങ്ങളിൽ ഇടയിൽ എന്ത് ചെയ്യണം? വെള്ളം എത്തിക്കണം. അപ്പൊ അവരൊക്കെ താടിയുള്ള ആൾക്കാരാ. നബിനെ കുറിച്ച് പറയാം, ധാരാളം താടിയുള്ള വ്യക്തി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരയും. താടിയിലൂടെ അദ്ദേഹത്തിന്റെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങുമെന്നാണ്. ഉമർ റളിയല്ലാഹു നല്ല താടിയുള്ള ആളായിരുന്നു. പല ആളുകളുടെയും ചരിത്രം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ സഹോദരികൾ, ഭർത്താക്കന്മാരെ ആ വിഷയത്തിൽ പ്രേരിപ്പിക്കാൻ, ഓർമ്മപ്പെടുത്താൻ കൂടെ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, 2 മുൻകൈകൾ കഴുകുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. അതേപോലെ തന്നെ താടി രോമങ്ങൾ ചികറ്റി കഴുകുക. കൈയിന്റെയും കാലിന്റെയും വിരലുകൾ കഴുകുമെന്ത് ചെയ്യുക? അതിന്റെ ഇടയിൽ വെള്ളം എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതൊക്കെ സുന്നത്തായ കാര്യമാണ്. അതേപോലെ തന്നെ അവയവങ്ങൾ കഴുകുമ്പോൾ വലത് ഭാഗങ്ങൾ തേച്ച് അവയവങ്ങൾ എന്ത് ചെയ്യുക? തേച്ച് കഴുകുക, നന്നായിട്ട് കഴുകുക. വെറുതെ ഇങ്ങനെ വെള്ളാക്കി പോയാൽ പോരാ, ഒന്ന് ഉരച്ച് കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് സുന്നത്താണ്. വലത് കൊണ്ട് ആരംഭിക്കുക എന്നുള്ളതും സുന്നത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാര്യങ്ങളും വലത് കൊണ്ട് ആരംഭിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. മുടി ചെയ്യുന്നത്, വസ്ത്രം ധരിക്കുമ്പോൾ, എല്ലാ കാര്യത്തിലും. അപ്പൊ വുദൂയിൽ എന്ത് ചെയ്യണം? അവയവങ്ങൾ കഴുകുമ്പോൾ വലത് കൊണ്ട് ആരംഭിക്കുക എന്നുള്ള പ്രത്യേകം സുന്നത്തായ കാര്യമാണ് എന്ന് ഹദീസിൽ കാണാം. പിന്നെ വുദു എടുക്കുന്ന സമയത്ത് നിർബന്ധം എന്താണ്? 1 തവണ കഴുകലാണ്. മുഖം 1 തവണ കഴുകിയാൽ വുദുവായി. കൈ 1 തവണ കഴുകിയാൽ നിർബന്ധം പൂർത്തിയായി. സുന്നത്ത് എന്താണ്? 1-ലധികം തവണ കഴുകുക എന്നുള്ള സുന്നത്താണ്. 2 തവണ കഴുകുക, അല്ലെങ്കിൽ 3 തവണ കഴുകുക. 3-ലധികം പാടില്ല. 3-ലധികം കഴുകുന്നതിനെ ഇസ്രാഫ് ആയിക്കൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇസ്രാഫ് പറഞ്ഞാൽ ദൂർത്തായിക്കൊണ്ട് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയത്. അപ്പൊ അവയവങ്ങൾ കഴുകുമ്പോൾ 2-3 തവണ കഴുകുക എന്നുള്ളത് എന്താ? സുന്നത്തായ കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് വുദൂവിന്റെ രൂപം നമ്മളെ മനസ്സിലുണ്ടാക്കണം. നമ്മൾ വുദു എടുക്കാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ ബിസ്മി ചൊല്ലണം. നമുക്ക് നിയ്യത്തുണ്ടാക്കണം, ബിസ്മി ചൊല്ലണം, പല്ല് തേക്കണം. നമ്മൾ ആദ്യം മുൻകൈകൾ കഴുകണം. മുൻകൈ കഴുകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ വിരലുകൾക്കിടയിലൊക്കെ വെള്ളം എത്തിയെന്ന് ഉറപ്പ് വരുത്തണം. ഈ ചുളിഞ്ഞ ഭാഗത്തൊക്കെ വെള്ളം എത്തുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. വായിൽ വെള്ളം കൊപ്പിളിക്കണം. അതോടൊപ്പം തന്നെ ഇടത് കൈ കൊണ്ട് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. നമ്മുടെ മുഖം നമ്മൾ കഴുകണം. മുഖത്തിന്റെ ഈ മുടിയുടെ ഭാഗം മുതൽ ഈ താടിയുടെ ഭാഗം വരെയാണ് കഴുകേണ്ടത്. താടിയുള്ള ആളുകൾ താടി രോമങ്ങൾ ചികറ്റി എന്ത് ചെയ്യണം? വെള്ളം എത്തിക്കണം. വലത് കൈ എന്ത് ചെയ്യണം? 3 തവണ കഴുകണം. കഴുകണ സമയത്ത് ഈ മുട്ടിന്റെ ഭാഗത്ത് വെള്ളം എത്തുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അതേപോലെ ഇടത് കൈ കഴുകണം.
തലയും ചെവിയും തടവണം. അവിടെ മാത്രം ഒരു നിയമമുണ്ട്, മസഹ ബിറഅസിഹി വഉദ്നിഹി മസ്ഹതൻ വാഹിദ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ തലയും ചെവിയും ഒരു തവണയാണ് തടവിയത്, ഒരു തവണ. ബാക്കിയെല്ലാം 3 തവണ. മനസ്സിലായോ? ചില ആൾക്കാർ തലയുടെ ഇവിടെ തോണ്ടുന്ന കാണാം. ഞാൻ കുറ്റം പറയണല്ലോ കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ചില ആൾക്കാർ ഇവിടെ ഇങ്ങനെ തോണ്ടുന്നത് കാണാം. പാടില്ല സഹോദരങ്ങളെ, ഒരു തെളിവില്ല. നിങ്ങൾ പഠിച്ചോളൂ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾ സത്യസന്ധമായി പ്രമാണങ്ങൾ വെച്ച് പഠിച്ചോളൂ. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തള്ളവിരലുകൾ ചെവിയിൽ ചേർത്ത് വെച്ചു. എന്നിട്ട് 2 കൈകൾ മുന്നിൽ വെച്ച് ഇവിടുന്ന് തുടങ്ങി, അവിടുന്ന് ആരംഭിച്ചു, നേരെ പിറകോട്ട് കൊണ്ടുപോയി അതേപോലെ കൊണ്ടുവന്നു. എവിടുന്നാ തുടങ്ങിയത് അങ്ങോട്ട് തന്നെ മടക്കിക്കൊണ്ടെന്നു ഹദീസിലുള്ളത്. അതൊരു തവണയാണ്. മസഹ ബിറഅസിഹി വഉദ്നിഹി മസ്ഹതൻ വാഹിദ. മസ്ഹതൻ വാഹിദ. മസഹ എന്ന് പറഞ്ഞ തടവീന, വാഹിദ് എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാം, ഒറ്റ തവണ എന്നാണ്. ചെവിയും അതേപോലെ നമ്മുടെ ചൂണ്ടുവിരൽ ചെവിന്റെ ഉള്ളിൽ വെച്ചിട്ട് ആ ചൂണ്ടുവിരൽ കൊണ്ട് എന്ത് ചെയ്യണം? ചെവിന്റെ ഉൾഭാഗം തടവണം, തള്ളവിരൽ കൊണ്ട് പുറം ഭാഗം തടവണം. അതിന് ഒരു തവണ വെള്ളം എടുത്താലും മതി. തലയും ചെവിയും തടവാൻ വേണ്ടി ഓരോ തവണ വെള്ളം എടുക്കേണ്ട ആവശ്യം, ഒറ്റ തവണ എടുത്ത വെള്ളം കൊണ്ട് എന്ത് ചെയ്യുക? അത് തടവാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ശരി, എന്തായാലും തലയും ചെവിയും ഒരു തവണ, ബാക്കിയൊക്കെ എന്ത് ചെയ്യുക? 3 തവണ കഴുകുന്ന രീതിയാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. 2-3 കാര്യങ്ങൾ കൂടെ പറയാം. ഒന്ന്, വുദു എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥന അറിയാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ അനിവാര്യമായും പഠിക്കേണ്ട ചില പ്രാർത്ഥനകളുണ്ട്. നമ്മളെല്ലാവരും നമ്മളോട് ചോദിച്ചു നോക്കണം, എനിക്കത് അറിയോ, ഞാനത് പഠിച്ചു. ഉദാഹരണത്തിന് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഞാൻ പറഞ്ഞത്, ഈ സദസ്സിൽ നിന്ന് ഒരാൾ പോലും സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയാത്ത ആരും ഉണ്ടാകാൻ പാടില്ല. സയ്യിദുൽ ഇസ്തിഗ്ഫാർ പഠിക്കാത്ത ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാണാതെ പഠിക്കണം. എന്തുകൊണ്ടത് പറയേണ്ടത്? നോക്കൂ, നിങ്ങൾ ആ ഹദീസിൽ പറയണത് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വബഅദിക എന്ന് തുടങ്ങുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരാൾ രാവിലെ ചൊല്ലി വൈകുന്നേരമാകുമ്പോൾ മുമ്പ് മരിച്ചാലോ സ്വർഗത്തിലാണ്. ഒരാൾ വൈകുന്നേരം ചൊല്ലി രാവിലെ ആകുന്നതിന് മുമ്പ് മരിച്ചാൽ ഓ സ്വർഗത്തിലാണ്. സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ 2 നേരത്തെ മരിക്കാൻ പറ്റും. 2 നേരത്തെ. ഒന്നേതാ? ഒന്നെങ്കിൽ രാത്രി, അല്ലെങ്കിൽ പകലിൽ. ഈ 2 നേരമല്ലാതെ ഏതെങ്കിലും ഒരു നേരത്തെ നമുക്ക് മരിക്കാൻ പറ്റൂല. ഈ 2-ൽ ഏതു നേരത്ത് മരിച്ചാലും സ്വർഗം. 2-ൽ ഏത് നേരത്ത് മരിച്ചാലും സ്വർഗം. എന്താ ചെയ്യേണ്ടത്? സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ മതി. ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ എന്താ അവസ്ഥ? അതുകൊണ്ട് സയ്യിദുൽ ഇസ്തിഗ്ഫാർ അനിവാര്യമായി പഠിക്കണം. ആയത്തിനെ കുറിച്ച് എന്ത് ചെയ്യണം? എല്ലാവർക്കും അറിയണം, കാണാതെ അറിയണം, ചൊല്ലി നോക്കണം. എന്തൊക്കെ സംവിധാനമുണ്ട് നമ്മുടെ മുമ്പിൽ. നമുക്ക് ഫോൺ ഉണ്ട് അല്ലെ? ആരും അറിയാതെ നമ്മുടെ ഫോണിൽ എന്ത് ചെയ്യാം? നമുക്ക് റെക്കോർഡ് ചെയ്യാം. ആരും കേൾക്കണ്ട, സ്വന്തം റെക്കോർഡ് ചെയ്തിട്ട് ഖുർആൻ എടുത്തിട്ട് തുറന്നു നോക്കുക. നമ്മൾ ചൊല്ലുന്നതും ആയത്തിലുള്ളതും തെറ്റുണ്ടോ പരിശോധിക്കാൻ പറ്റും. സയ്യിദുൽ ഇസ്തിഗ്ഫാർ റെക്കോർഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? തെറ്റില്ല എന്ന് ഉറപ്പുവരുത്തണം. അതുകൊണ്ട് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അതേപോലെ തന്നെ ആയത്തുൽ കുർസി, മുഅവ്വിദാത്ത്, സൂറത്ത് ഖുർആനിലെ അവസാനത്തെ 3 സൂറത്തുകൾ, പിന്നെ ആമനർ റസൂലു, ഇങ്ങനെയുള്ള അനിവാര്യമായി പഠിക്കേണ്ട കുറേ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിക്കണം. അതിൽപ്പെട്ട ഒന്നാണ് വുദൂഇന് ശേഷമുള്ള പ്രാർത്ഥന. അല്ലെ? വുദൂഇന് ശേഷമുള്ള പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. ആരെങ്കിലും വുദൂ എടുത്തു, ഇന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, ഇത്ര മാത്രം വന്ന റിവായത്തുണ്ട്. അതേപോലെ തന്നെ അതിന്റെ പിറകെ വേറെ ഭാഗങ്ങൾ വന്ന റിവായത്തുണ്ട്. അല്ലാഹുമ്മ ജഅലനി മിനത് തവ്വാബീന വ ജഅലനി മിനൽ മുതതഹിരീൻ എന്ന് പറഞ്ഞ ഭാഗം. ഇത് പൂർണ്ണമായിട്ട് വന്നതുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് അത്രയും വന്ന ഭാഗമുണ്ട്. എന്തായാലും ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ഹദീസിലെ വാചകം എന്താ അറിയോ? ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നതി തമാനിയ യദ്ഖുലു മിൻ അയ്യിഹാ ശാ. സ്വർഗ്ഗത്തിന്റെ 8 വാതിലും തുറന്നു കൊടുക്കും. 8 വാതിലും. ചരിത്രത്തില് സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ മാടി വിളിക്കുന്ന ഒരാളാരറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അദ്ദേഹത്തെ മാടി വിളിക്കുന്നതാണ്. ആ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കും. എന്നിട്ട് ഇഷ്ടമുള്ള വാതിലിലൂടെ കയറാൻ അല്ലാഹു അനുവാദം കൊടുക്കും. ആർക്കാ? വുദൂ എടുത്തതിന് ശേഷം ഈ പ്രാർത്ഥന ചെല്ലുന്ന ആൾക്ക്. സത്യസന്ധമായി ചോദിച്ചു നോക്കി, നമ്മളൊക്കെ ചെല്ലാറുണ്ടോ? നമ്മളെ ജീവിതത്തിലുണ്ടോ? ഇല്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, ഈ
ദുആ ഒരു പ്രയാസമല്ല നമ്മൾ പഠിക്കാൻ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്ന വാചകങ്ങൾ വുദൂവിന്റെ രൂപം എല്ലാവർക്കും അറിയുന്ന ഞാൻ മനസ്സിലാക്കുന്നത്, അബദ്ധം ഉണ്ടെങ്കിൽ തിരുത്തണം. പക്ഷേ ഈ പ്രാർത്ഥനകൾ പഠിക്കണം, സയ്യിദുൽ ഇസ്തിഗ്ഫാർ പഠിക്കണം, അതേപോലെ തന്നെ വുദൂവിന്റെ ശേഷമുള്ള പ്രാർത്ഥന നമ്മൾ പഠിക്കണം. ഇനിയോ വേറെ ചില അബദ്ധമുണ്ട്. ചില ആൾക്കാർ എന്തോ വുദൂ എടുക്കുന്ന സമയത്ത് മുഖം കഴുകുമ്പോൾ ഒരു പ്രാർത്ഥന, പ്രത്യേക പ്രാർത്ഥന, അങ്ങനെ പഠിച്ച ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും അല്ലെ? മുഖം കഴുകുന്ന സമയത്ത് അവര് എന്താ പ്രാർത്ഥിക്കുക? അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി യൗമ തസ്വദ്ദുൽ വുജൂഹ് എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി യൗമ തസ്വദ്ദുൽ വുജൂഹ് എന്ന് പ്രാർത്ഥിക്കും. പഠിച്ചോനെ, എന്റെ മുഖത്ത് എന്ത് ചെയ്യണം? നീ പ്രകാശപൂരിതമാക്കണം. എപ്പോഴാ ആ മുഖങ്ങളൊക്കെ കറുത്ത് ഇരുണ്ടുപോകുന്ന ദിനമുണ്ടല്ലോ, അന്ന് എന്റെ മുഖത്ത് നീ നല്ല അർത്ഥമുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണ്ട എങ്ങനെ ഒന്ന് ചെല്ലണമെങ്കിൽ സ്വഹീഹായ ഹദീസിൽ വേണ്ടേ? അതിലുണ്ടെങ്കിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുക. എന്തുകൊണ്ടാണ് നമസ്കാരത്തിന് വുദു എടുക്കുമ്പോൾ കൈകൾ 3 തവണ കഴുകിയത്? നബി പറഞ്ഞുകൊണ്ടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുകൊണ്ടാണ് അല്ലെ? കാല് എന്തുകൊണ്ടാണ് ഏറ്റവും അവസാനമായത്? ഒരാള് വുദു എടുക്കാൻ വേണ്ടി കാല് ആദ്യം എന്തേ കഴുകാത്തത്? നബി പറഞ്ഞത് അങ്ങനെയല്ല, അവസാനമാണ് കാല് കഴുകേണ്ടത്. അങ്ങനെ നബി പഠിപ്പിച്ചതുകൊണ്ടാണ് ഓരോ കാര്യം. എന്നാൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടോ? മുഖം കഴുകും അങ്ങനെ പ്രാർത്ഥിക്കണം. അതേപോലെ കൈ കഴുകും അല്ലാഹുമ്മ അഅ്തിനി കിതാബി ബിയമീനി വലാ തുഅ്തിനി ബിശിമാലി. എന്ത് രസ പ്രാർത്ഥന കേൾക്കാൻ. പഠിച്ചോനെ, നാളെ ഗ്രന്ഥങ്ങൾ ലഭിക്കുന്ന സമയത്ത് വലത് കൈകൊണ്ട് ഗ്രന്ഥം വാങ്ങുന്ന ആൾക്കാരെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണം. ഇടത് കൈകൊണ്ട് ഗ്രന്ഥം വാങ്ങുന്ന ദൗർഭാഗ്യവാന്മാരിൽ എന്നെ നീ ഉൾപ്പെടുത്തരുതെന്ന പ്രാർത്ഥന. നല്ല പ്രാർത്ഥനയാണ്. പക്ഷെ വുദൂയില് ആ അവയവം കഴുകുമ്പോ, കൈ കഴുകുമ്പോ അങ്ങനെ പ്രാർത്ഥിക്കാൻ നബി പഠിപ്പിച്ചിട്ടില്ല. തല തടന്നു അല്ലാഹുമ്മ ഹർരിം ശഅരി വബശരി അലന്നാർ. പഠിച്ചോനെ, എന്റെ തൊലിനെയും മുടിനൊക്കെ നീ നരകത്തുനിന്ന് കാക്കണം. ദുആയാണ്, ആൾക്കാരുടെ പ്രാർത്ഥന. പക്ഷെ ഇതിന് ഹദീസിന്റെ പിൻബലമില്ല. അതുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലുന്ന ആളുകൾ പ്രാർത്ഥനയെ അവസാനിപ്പിക്കണം. എന്തുകൊണ്ട് അവസാനിപ്പിക്കണം? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്, സുന്നത്താണ് എന്ന് പറഞ്ഞാണ് ചൊല്ലുന്നത് എങ്കിൽ കുറ്റം കിട്ടും, ബിദ്അത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ വുദുവിന്റെ അവയവങ്ങൾ കഴുകുന്നതിന്റെ ഇടയിൽ പ്രത്യേകമായ പ്രാർത്ഥനകൾ സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. വന്നതെന്താ? വുദുവിന് ശേഷമുള്ള പ്രാർത്ഥനയാണ്. ഇനിയോ ഒരു മസ്അല കൂടെ പറയാ. സ്ത്രീകളെ സ്പർശിച്ചാൽ വുദു മുറിയുമോ എന്ന മസ്അല കൂടെ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ നാട്ടില് വലിയ തർക്കമുള്ള വിഷയമാണ് സ്ത്രീകളെ സ്പർശിച്ചാൽ വുദു മുറിയോ എന്നുള്ളത്. ഈ ഒരു ചർച്ച വരാൻ കാരണമുണ്ട്. ഈ ഒരു ചർച്ചയുടെ പശ്ചാത്തലം നമ്മൾ ആൾക്കാരെ വിമർശിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളിങ്ങനെ കച്ചറ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു ചർച്ച വന്നത്? സ്ത്രീകളെ തൊട്ടാൽ വുദു മുറിയുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് വുദു മുറിയുന്ന കാര്യങ്ങളുണ്ട്. വുദു മുറിയുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? നമുക്കൊക്കെ അറിയാം. ആ വുദു മുറിയുന്ന കാര്യങ്ങളിൽ എന്തില്ല? സ്ത്രീകളെ സ്പർശിച്ചാൽ വുദു മുറിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. അത് ഉറപ്പാണ്. പിന്നെ എന്തുകൊണ്ട് ഈ ചർച്ച വന്നു? ഈ ചർച്ച വരാൻ കാരണം വുദൂഉമായി ബന്ധപ്പെട്ട ആയത്തിൽ അല്ലാഹു പറഞ്ഞു ഔലാ മസ്തുമുൻ നിസാഅ ഫലം തജിദൂ മാഅൻ ഫതയമ്മമു സഈദൻ തയ്യിബ. ആ വുദൂഇന്റെ കൽപ്പനയുമായി ബന്ധപ്പെട്ട ആയത്തിൽ കാണാം, അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളുമായി സമ്പർക്കം നടത്തുകയോ ചെയ്തുവെങ്കിൽ എന്നിട്ട് നിങ്ങൾക്ക് വുദൂഇന് വെള്ളം കിട്ടുന്നതുമില്ല എങ്കിൽ നിങ്ങൾ തയമ്മം ചെയ്യാം. അഥവാ സ്ത്രീകളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടാൽ നിങ്ങളുടെ വുദു മുറിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾ വുദു എടുക്കണം. വെള്ളം കിട്ടിയില്ലെങ്കിൽ തയമ്മം ചെയ്യണം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇതിലെ ലമസ്തും എന്നതിലെ ലമസ സ്പർശിച്ചു. അവിടെ ഇമാം ഷാഫി കൊടുത്ത അർത്ഥം എന്താണ്? സ്ത്രീകളെ തൊടുക എന്നുള്ളതാണ്. ലമസ തൊട്ടു എന്നാണ്. അപ്പൊ അവിടെ ഈ ലമസ്തും എന്നുള്ളതിന് സ്പർശനം എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അർത്ഥം നൽകിയത്. അതുകൊണ്ടാണ് ഷാഫി മദ്ഹബിൽ എന്തു വന്നത്? ഭാര്യയെ തൊട്ടാൽ വുദൂ മുറിയുമെന്ന് അദ്ദേഹം വിധിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ? അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. പക്ഷെ എന്ത് ചെയ്യരുത്? കച്ചറ ഉണ്ടാക്കാനല്ല, നമ്മൾ സത്യസന്ധമായി പഠിച്ചാൽ മതി. അവിടെ ഇമാം ഷാഫി പറയുന്നത് ലമസ്തും ലമസ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സ്പർശിക്കുക എന്നാണ്. അതുകൊണ്ട് അദ്ദേഹം വിധിച്ചു. അദ്ദേഹം പറഞ്ഞു സ്ത്രീകളെ തൊട്ടാൽ എന്ത് ചെയ്യും? വുദൂ മുറിയും. എന്നാൽ ലമസ്തും എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം സാധാരണ സ്പർശനമല്ല. ലമസ്തും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആരാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു? റഈസുൽ മുഫസ്സിരീൻ അല്ലേ? തഫ്സീറുകളുടെ നേതാവാണ്. എല്ലാ തഫ്സീറുകളുടെയും
തഫ്സീർ രചയിതാക്കളുടെയും ഇമാമാണ്, നേതാവാണ് ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഔലാ മസ്തുമുൻ നിസാ ഖാല അൽ ജിമാ. ഇവിടെ നല്ല മസ്തും എന്ന് പറഞ്ഞാൽ ജിമാ ആണ്, ഭാര്യ ഭർത്തൃ ബന്ധമാണ്, ശാരീരിക ബന്ധമാണ്. ഒരു പെണ്ണ് ഒരു ഭർത്താവുമായി അല്ലെങ്കിൽ ഭാര്യ ഭർത്താവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്ത് ചെയ്യും? അവരുടെ വുദൂ മുറിയും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുകൊണ്ടാണ് ഇമാം ഷാഫി മനസ്സിലാക്കിയത് എങ്ങനെയാ? ഇമാം ഷാഫി മനസ്സിലാക്കിയത് പെണ്ണിനെ തൊട്ടാൽ നാണ്. അതേ ഇമാം ഷാഫി പറഞ്ഞു, നിങ്ങൾ പ്രമാണം കിട്ടിയാൽ എന്ത് ചെയ്യണം? പ്രമാണത്തിലേക്ക് നിങ്ങൾ മടങ്ങണം. ഇമാം ഷാഫിയുടെ മദ്ഹബ് അതാണ്. തെളിവ് കിട്ടിയാൽ തെളിവിലേക്ക് നമ്മൾ മടങ്ങണം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറഞ്ഞത് എന്തല്ല, പ്രമാണങ്ങളോട് യോജിക്കുന്നതല്ല. അതുകൊണ്ട് ഇമാം ഷാഫി പറഞ്ഞ ആ അഭിപ്രായത്തെ നമ്മൾ മാറ്റിവെക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? ഇമാം ഷാഫി മോശക്കാരനാണെന്ന അല്ല, ഇമാം ഷാഫി മഹാപണ്ഡിതനാണ്. എങ്ങനെ ഇമാം ഷാഫിക്ക് 2 ഗ്രന്ഥങ്ങൾ ഉണ്ടായത്? ഇമാം ഷാഫിക്ക് എന്തുണ്ട്? ജദീദായ ഖൗലുമുണ്ട്, ഖദീമായ ഖൗലുമുണ്ട്. ജദീദായ ഖൗല്, ഖദീമായ ഖൗല്, പഴയ ഖൗലുകൾ, അഭിപ്രായങ്ങൾ, പുതിയ അഭിപ്രായം. എന്താ അറിയോ? അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ അറിവും വിജ്ഞാനമൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു. കുറെ കാലം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ഈ പറഞ്ഞ പല കാര്യങ്ങളിൽ എന്തുണ്ട്? പ്രശ്നമുണ്ട്. അദ്ദേഹം അതൊക്കെ തിരുത്തി ശരിയായ കാര്യങ്ങൾ പറഞ്ഞു. അതാണ് ജദീദായ ഖൗല്, ഖദീമായ ഖൗല്. ഇതിന്റെ രസം എന്താ അറിയോ? ഇമാം ഷാഫിയുടെ ഖദീമായ ഖൗലിലും ജദീദായ ഖൗലിലുള്ള ഒരു അഭിപ്രായമുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. എന്താ അഭിപ്രായം എന്നറിയോ? നമ്മളൊക്കെ നാട്ടിൽ സുബൈക്ക് പള്ളിയിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയും. അസ്സലാത്തു ഖൈറും മിനൻ നൗം. അത് സുന്നി പള്ളിയിലും പറയും, മുജാഹിദ് പള്ളിയിലും, എല്ലാ പള്ളിയിലും പറയും അല്ലേ? നമ്മളൊക്കെ പറയാം നമ്മൾ ഷാഫി ഇമാമിന്റെ ആൾക്കാരാണ്. ഇമാം ഷാഫി പറയുന്നത്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്നതിനെ ഞാൻ വെറുക്കുന്നു എന്നാണ് ഇമാം ഷാഫി പറഞ്ഞത്. ഞാൻ വെറുക്കുന്നു. എന്തേ കാരണം? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്ന ഹദീസ് കിട്ടിയിട്ടില്ല. ഇമാം ഷാഫി കിട്ടിയില്ല. അതുകൊണ്ടാണ്. അല്ലാതെ ഇമാം ഷാഫി അത് കിട്ടിയാല് ഒരിക്കലും വാചകം പറയില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇമാം ഷാഫി അത് പറഞ്ഞിട്ടും എന്തേ നമ്മളൊക്കെ പള്ളിയിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം നമ്മൾ പറയുന്നത്? അത് ഹദീസിൽ വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു പണ്ഡിതൻ പറഞ്ഞാലും ആ പണ്ഡിതൻ പറഞ്ഞതിന് തെളിവുണ്ടോ നമ്മൾ സ്വീകരിക്കും. തെളിവില്ലേ നമ്മൾ അതിനെ മാറ്റിവെക്കും. ആ പണ്ഡിതനോടുള്ള എല്ലാ ബഹുമാനവും ആദരവും നിലനിർത്തി ആ അഭിപ്രായത്തെ നമ്മൾ എന്ത് ചെയ്യും? മാറ്റിവെക്കും. പണ്ഡിതന്മാരുടെ ഖൗലുകൾക്കല്ല ദീനിൽ സ്ഥാനം. ദീനിൽ സ്ഥാനം പ്രമാണങ്ങൾക്കാണ്. തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. അല്ലാഹുവിന്റെ റസൂല് നമ്മളെ ഏൽപ്പിച്ചു പോയത് ഖുർആനാണ്, സുന്നത്താണ്. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ തെളിവ് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ തൊട്ടാൽ എന്ത് ചെയ്യൂല? വുദു മുറിയില്ല. ഇനി ഭാര്യനെ തൊട്ടാലോ? ഭാര്യനെ തൊട്ടാൽ തീരെ മുറിയില്ല. സ്ത്രീകളെ തൊടാൻ തന്നെ പാടില്ല. അന്യ സ്ത്രീനെ സക്കരിയ സ്വലാഹി റഹിമഹുല്ലാ അദ്ദേഹം ഈ മസ്അല പറയുമ്പോ ഞങ്ങളോട് പറയാറുണ്ട്, പെണ്ണിനെ തൊട്ടാല് വുദു മുറിയില്ല, എല്ല് മുറി എന്ന് പറയും. പെണ്ണിനെ തൊട്ടാല് വുദു മുറിയില്ല, എല്ല് മുറിയും. വേറൊരാളുടെ പെണ്ണിനെ നമ്മൾ പോയി തൊട്ടാല് ഓളെ ഭർത്താവോ അല്ലെങ്കിൽ ആങ്ങളെ വന്നിട്ട് അടിച്ചിട്ട് നമ്മൾ എല്ല് മുറിക്കും. വുദു മുറിയില്ല എന്ന് അദ്ദേഹം പറയാറുണ്ട്. അള്ളാഹു ഉസ്താദിന്റെ ഖബറിടം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബല ബഅദ നിസാഇഹി ثم خرج الى الصلاه ولم يتوضا. എന്റെ വാചകല്ലേ, ഞാൻ പറയുന്നതല്ലേ, എന്താ ഹദീസിലെ വാചകം? ഖബ്ബല ബഅദ നിസാഇഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബ്ബല എന്ന് പറഞ്ഞാൽ ചുംബിച്ചു, ചുംബിക്കാറുണ്ട്. ബഅദ നിസാഇഹി, നബിയുടെ ചില ഭാര്യമാരെ, പ്രവാചകൻ തന്റെ ചില ഭാര്യമാരെ ചുംബിക്കും. എന്നിട്ടോ തുമ്മ ഖറജ ഇല സ്വലാ, നമസ്കാരത്തിന് വേണ്ടി നബി പള്ളിയിലേക്ക് പോകും. വലം യതവല്ല, ആ ചുംബനം നടത്തിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുദൂ ചെയ്യാറില്ല. ആരാ പറയണത്? നബിന്റെ ഭാര്യമാര്. അപ്പൊ എന്താ മനസ്സിലായത്? ഭാര്യമാരെ വുദൂ ചെയ്തതിനു ശേഷം നബി ചുംബിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഭാര്യനെ തൊട്ടാ വുദൂ മുറിയില്ല എന്നാണ്. വുദൂ മുറിയുന്ന കാര്യങ്ങൾ നബി എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. അതിലെന്തില്ല? സ്ത്രീകളെ സ്പർശിക്കുക എന്നുള്ള കാര്യം. ഇപ്പൊ നബി രാത്രി തഹജ്ജുദ് നിസ്കരിക്കും, രാത്രിയുടെ അവസാന യാമത്ത്. അപ്പൊ ആയിഷമ്മയുടെ കിടക്കലുണ്ടാകും, ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പൊ ആയിഷമ്മ പറയാം, ഞാന് ഉറങ്ങുന്ന സമയത്ത് നബി ഇങ്ങനെ എഴുന്നേറ്റ് നിസ്കരിക്കാണ്. അവൻ എന്റെ കാല് നബിന്റെ സുജൂദ് ചെയ്യണ സ്ഥാനത്തുണ്ടാവും. നബി സുജൂദ് ചെയ്യാൻ വരുമ്പോ എന്റെ കാലെടുത്തിട്ട് മാറ്റും. നിസ്കാരത്തിലേ നബി ആയിഷമ്മന്റെ കാലെടുത്തിട്ട് മാറ്റി വെക്കും. നോക്കി നിങ്ങൾ, നമ്മൾ പറഞ്ഞ പോലെ മസ്അലയാണ് എങ്കിൽ പെണ്ണിനെ തൊട്ടാ വുദു മുറിയെങ്കിൽ എങ്ങനെ പിന്നെ നബിന്റെ നിസ്കാരം ശരിയാകാം? ഇതൊക്കെ സ്വഹീഹായ ഹദീസിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യയെ തൊട്ടാല് വുദു മുറിയുമെന്ന അഭിപ്രായം ശരിയല്ല. സ്ത്രീകൾ എന്ത് ചെയ്യും? അന്യ സ്ത്രീകളെ നമ്മൾ തൊടാൻ. ഇപ്പം ഇനി ഒരാൾ തവാഫ് ചെയ്യണ കഥ ആലോചിച്ച് നോക്കി നിങ്ങൾ.
എങ്ങനെ ഒരാൾ തവാഫ് ചെയ്യുക? വുദൂന് തവാഫ് ഷർത്തല്ലേ? ഒരു തവാഫ് ചെയ്യുന്ന ഒരു ഹജ്ജിലൊക്കെ പോയ ഒരാള് ഒരു പെണ്ണിനെ സ്പർശിക്കാതെ, മനഃപൂർവ്വമല്ല, ആരും അറിഞ്ഞാണ്ട് പരിശുദ്ധമായ കാബാലയത്തിന്റെ സമീപത്ത് പിന്നെ ഒരു പെണ്ണിനെ തൊടുവോ? ഇല്ല. പക്ഷേ അവിടെ ആണും പെണ്ണൊക്കെ എന്ത് ചെയ്യും? തവാഫ് ചെയ്യും, പെണ്ണുങ്ങളെ തൊടും. വുദു മുറിയോ? ആ മസ്അല സ്വീകരിക്കുന്ന ആൾക്കാരെന്നെ പറയില്ല എന്താ അറിയോ? ഹജ്ജിന്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? മദ്ഹബ് മാറിയാൽ മതിയാണ്. മദ്ഹബ് മാറി. ചില മദ്ഹബിന്റെ അഭിപ്രായ പ്രകാരം പെണ്ണിനെ തൊട്ടാ വുദു മുറിയില്ല. സഹോദരങ്ങളെ, അള്ളാന്റെ റസൂലിന്റെ മദ്ഹബ് സ്വീകരിച്ചാൽ മതി. അള്ളാന്റെ റസൂലിന്റെ മദ്ഹബ് എന്താ? പെണ്ണിനെ തൊട്ടാ വുദു മുറിയില്ല. പക്ഷെ നമ്മൾ അകാരണമായി ഒരു അന്യ പെണ്ണിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ തൊടാൻ പാടില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വുദൂഉമായി ബന്ധപ്പെട്ട മസ്അലകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വുദൂഉ പൂർണ്ണമാണ് എന്നെന്ത് ചെയ്യുക? നമ്മളെല്ലാവരും ഉറപ്പുവരുത്തുക, ഒരബദ്ധമല്ല എന്ന് ഉറപ്പുവരുത്തുക. ഞാൻ ഈ പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ദീന് കൂടുതൽ പഠിക്കുന്ന, ദീന് കൂടുതൽ മനസ്സിലാക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിവിടെ ഒരുമിച്ചിരുന്നത് നമ്മളിൽ നിന്ന് സ്വാലിഹായ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ധാരാളം ആളുകളുണ്ട്. പ്രത്യേകിച്ച് പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത 2 ആളുകളുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. ഒന്ന് ബഹുമാന്യനായ ഹാരിസ് മൗലവി, അതേപോലെ തന്നെ നമ്മുടെ പുള്ളിപ്പാടത്തുള്ള സഹോദരൻ. അള്ളാഹു 2 പേർക്കും പൂർണ്ണമായ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അവർക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.